1907 കുമാവു ഡിവിഷൻ, അതായത് ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ മലാനി എന്ന സ്ഥലത്തുള്ള ഫയറിംഗ് റേഞ്ചിൽ തന്റെ തോക്കുമായി പ്രാക്ടീസിലായിരുന്നു ജിം കോർബറ്റ്. അദ്ദേഹത്തിന്റെ ഒപ്പം മറ്റു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ എഡിൻ ഹോൾഡ് എന്നയാളും ഉണ്ടായിരുന്നു. അന്ന് ഇതേ ഫയറിംഗ് റേഞ്ചിൽ വെച്ചാണ് ജിം കോർബറ്റ് ആദ്യമായിട്ട് ഒരു നരഭോജിയായ കടുവയെപ്പറ്റി കേൾക്കുന്നത്. പിൽക്കാലത്ത് ഈ കടുവയാണ് ചമ്പാവത്തിലെ നരഭോജി എന്ന പേരിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ എഡി വളരെ പ്രശസ്തനായ വേട്ടക്കാരൻ തന്നെയായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആക്യുറേറ്റായി ഒരു ഗൺ ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർ അന്ന് വളരെ കുറവ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഫയറിംഗ് ടീമിലെ അറിയപ്പെടുന്ന ഒരു അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സഹോദരി ഇന്ത്യൻ ആർമിയിൽ തന്നെ ടെന്നീസ് ടീമിലെ അംഗവുമായിരുന്നു. ഈ എഡി വഴിയാണ് ജിം കോർബറ്റ് ഈ കടുവയെപ്പറ്റി ആദ്യമായി കേൾക്കുന്നത്. എഡിയുടെ സഹോദരി ഭർത്താവ് അന്നത്തെ ഏറ്റവും പേരുകേട്ട വേട്ടക്കാരന്മാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തെ അന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ ചമ്പാവത്ത് എന്ന സ്ഥലത്ത് ഇതേ നരഭോജിയെ വേട്ടയാടാനായി നിയമിച്ചിരുന്നു. ഇത്രയും വലിയ പ്രശസ്തനായ ഒരു വേട്ടക്കാരനെ ഈ നരഭോജി കടുവയെ വേട്ടയാടാനായി നിയമിച്ചതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. ഈ കടുവ അന്ന് ചമ്പാവത്ത് എന്ന മേഖലയിൽ നടത്തിവന്ന നരവേട്ട എത്രമാത്രം ഭീകരമായിരുന്നു എന്ന്. വർഷങ്ങളായി ഈ മേഖലയിൽ മനുഷ്യരെ വേട്ടയാടിയിരുന്ന ഈ കടുവയെ കീഴടക്കാൻ പല വേട്ടക്കാരും അവരാൽ കഴിയും വിധം ശ്രമിച്ചിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ കടുവ രക്ഷപ്പെടുകയായിരുന്നു. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ജിം കോർബറ്റ് ചമ്പാവത്തിൽ എത്തുന്നത്. അപ്പോഴും പിടികൊടുക്കാതെ തൻ്റെ മനുഷ്യവേട്ട നിർബാധം തുടരുകയായിരുന്നു ഈ കടുവ. എന്ത് ചെയ്യണമെന്നറിയാതെ സർക്കാർ പോലും പകച്ചു നിൽക്കുന്ന ഒരു സമയം. ഈ കാലയളവിനുള്ളിൽ തന്നെ ഈ കടുവയെ വേട്ടയാടുന്നവർക്ക് പ്രത്യേക പാരിതോഷികം സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. മാത്രമല്ല, അവരാൽ കഴിയും വിധം ചില വേട്ടക്കാരെയും ഈ കടുവയെ വേട്ടയാടാനായി നിയമിച്ചിരുന്നു. ഇതുകൂടാതെ തന്നെ ചില ഗൂർഖകളെയും ഈ കടുവയ്ക്ക് പിന്നാലെ ഉത്തരാഖണ്ഡ് സർക്കാർ തന്നെ നിയമിച്ചിരുന്നു. സർക്കാർ ഇത്രയൊക്കെ ചെയ്തിട്ടും കടുവയെ പിടിക്കാനോ കടുവ നടത്തിവന്ന ഈ നരവേട്ടയിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്താനോ അവർക്ക് സാധിച്ചില്ല. ഈ കടുവ ഇന്നത്തെ ഉത്തരാഖണ്ഡ് മേഖലയിൽ എത്തിച്ചേർന്നത് നേപ്പാളിൽ നിന്നായിരുന്നു. നേപ്പാളിൽ വെച്ച് ഇതേ കടുവ 200-ലധികം മനുഷ്യരുടെ ജീവൻ കവർന്നിരുന്നു. അതുകൊണ്ട് തന്നെ നേപ്പാൾ ജനത ആയുധധാരികളായ സൈനികരുടെ സഹായത്തോടെ കടുവയെ കൊല്ലാനൊരു ശ്രമം നടത്തി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പക്ഷേ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഈ കടുവയെ ഭയപ്പെടുത്തി ഓടിച്ചുവിടാൻ അവർക്ക് സാധിച്ചു. ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ കുമാവു മേഖലയിൽ എത്തിച്ചേർന്ന ഈ കടുവ 4 വർഷം കൊണ്ട് 234 മനുഷ്യരുടെ ജീവനാണ് കവർന്നെടുത്തത്. ഈ കടുവയുടെ ആക്രമണം തടയാനോ കടുവയെ പിടികൂടാനോ കൊലപ്പെടുത്താനോ സാധിക്കാതെ വന്നതോടെ ഈ മേഖലയിലെ അന്നത്തെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ബർത്തോഡ് ഈ കടുവയെ കീഴടക്കുന്നതിനായി ജിം കോർബറ്റിനെ സമീപിക്കുന്നു. അന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള വ്യക്തിയായിരുന്നു ഈ ബർത്തോഡ്. തൻ്റെ ജില്ലയിലെ മനുഷ്യരുടെ ജീവിതം എത്ര അപകടകരമായാണ് ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത് എന്നൊക്കെ ജിം കോർബറ്റിനെ അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കി. ജിം കോർബറ്റ് ഇതെല്ലാം കേട്ടതിന് ശേഷം ഇനി കടുവയുടെ ആക്രമണം എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് വിവരമറിയിക്കാൻ പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം 2 നിർദ്ദേശങ്ങൾ അദ്ദേഹം ബർത്തോഡിനോട് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തേത്, കടുവയെ കൊന്നാൽ പാരിതോഷികം നൽകാമെന്ന സർക്കാർ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് റദ്ദാക്കണം. രണ്ടാമത്തേത്, അവിടെ കടുവയുടെ വേട്ടയ്ക്കായി നിയമിച്ചിരിക്കുന്ന പുറത്തുനിന്ന് കൊണ്ടുവന്ന വേട്ടക്കാരെയും പ്രാദേശിക വേട്ടക്കാരെയും ഒക്കെ പിൻവലിക്കുകയും വേണം. പാരിതോഷികത്തിന് വേണ്ടി ഒരുപാട് വേട്ടക്കാർ ഇതേ കടുവയുടെ പിന്നാലെ ദിവസങ്ങളായി കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേട്ടക്കാരുടെ എണ്ണം കൂടിയതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഫയറുകൾ അദ്ദേഹത്തെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റു വേട്ടക്കാരെ ഈ പ്രദേശത്ത് നിന്നും പിൻവലിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. ഈ നിർദ്ദേശങ്ങളെല്ലാം സർക്കാർ അംഗീകരിച്ചു. മാത്രമല്ല, വെറും 2 ദിവസങ്ങൾക്ക് ശേഷം ആ വാർത്ത ജിം കോർബറ്റിനെ തേടിയെത്തി. ദാബിദുര എന്ന സ്ഥലത്തിനും ദുനാഘട്ട് എന്ന സ്ഥലത്തിനുമിടയിലുള്ള ഒരു ചെറുഗ്രാമമായ പാലി ഗ്രാമത്തിലെ ഒരു യുവതിയെ കടുവ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടതും ജിം കോർബറ്റും കൂട്ടരും അപകടം നടന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അവിടെ പോയി ക്യാമ്പ് സ്ഥാപിക്കുന്നതിനും മറ്റും ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി അദ്ദേഹത്തിന്റെ ഒപ്പം 6 പേരെ കൂടി അദ്ദേഹം കൂട്ടി. അങ്ങനെ വാർത്ത കിട്ടിയ അന്നേ ദിവസം തന്നെ രാവിലെ അവർ കാൽനടയായി യാത്ര തുടങ്ങി. ആദ്യ ദിവസം 17 മൈലുകൾ കാൽനടയായി യാത്ര ചെയ്ത് ധാരി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു. പകൽ സമയങ്ങളിൽ യാത്ര ചെയ്തും രാത്രി സമയങ്ങളിൽ ക്യാമ്പ് ചെയ്തും അവർ മുന്നോട്ട് നീങ്ങി. കാൽനടയായ യാത്രയായതുകൊണ്ട് തന്നെ യുവതിയെ കടുവ ആക്രമിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ അവർക്ക് 5 ദിവസങ്ങളെടുത്തു. പാലി ഗ്രാമം. ഈ ഗ്രാമത്തിലെ അന്നത്തെ ജനസംഖ്യ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൂടി നോക്കിയാൽ ഏകദേശം 50-നോടടുപ്പിച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. വളരെയധികം ഭയപ്പാടോടുകൂടി തന്നെയാണ് ഈ കുടുംബങ്ങൾ ആ ഗ്രാമങ്ങളിൽ കഴിഞ്ഞിരുന്നത്. അന്നേ ദിവസം വൈകിട്ട് ഏകദേശം 4 മണിയോടടുപ്പിച്ചാണ് അദ്ദേഹം പാലി ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. എങ്ങും നല്ല പ്രകാശവും നല്ല ചെറിയ കാറ്റുമുണ്ട്. കുറേ കുടിലുകൾ അവിടെ കാണാം. പക്ഷേ
ഒരു മനുഷ്യനെ പോലും ഈ കുടിലുകളുടെ പുറത്ത് അവർക്ക് കാണാൻ സാധിച്ചില്ല. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നിന്നുകൊണ്ട് തങ്ങളെ തുറച്ചു നോക്കുന്ന ആ മനുഷ്യരുടെ മുഖത്തെ ഭയം ജിം കോർബറ്റിന് വായിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പാലി ഗ്രാമത്തിലെ കുടിലുകൾക്ക് നടുവിലായി ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് അദ്ദേഹവും കൂട്ടരും വിറകുകൾ ശേഖരിച്ച് തീയിട്ടതിന് ശേഷം അതിനു ചുറ്റുമിരുന്ന് സംസാരിച്ചു. അപ്പോഴേക്കും ഗ്രാമത്തിലുള്ളവരിൽ ചിലർ അവിടേക്ക് വരാൻ ധൈര്യം കാണിച്ചു. അവരുടെ മുഖത്ത് ഭയമല്ലാതെ മറ്റൊരു വികാരവും ജിം കോർബറ്റിന് കാണാൻ സാധിച്ചില്ല. അതിലൊരാൾ ജിം കോർബറ്റിനോട് പറഞ്ഞു, കഴിഞ്ഞ 5 ദിവസങ്ങളായി ഞങ്ങളിൽ ആരും തന്നെ കടുവയെ ഭയന്ന് ഈ വീടുകളിൽ നിന്നും പുറത്തു പോയിട്ടില്ല. മാത്രമല്ല, ഇനി തങ്ങൾക്ക് ഈ വീടിനുള്ളിൽ ഇരിക്കാൻ സാധിക്കില്ല. കാരണം അവർ കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണവും തീർന്നിരിക്കുന്നു. അവരുടെ വീടിന്റെ മുറ്റത്ത് ചിതറിക്കിടക്കുന്ന ഇലകളും മറ്റും കാണുമ്പോൾ തന്നെ ജിം കോർബറ്റിന് അവർ പുറത്തിറങ്ങിയിട്ട് ഒന്നിലധികം ദിവസങ്ങളായി എന്ന് മനസ്സിലാക്കാമായിരുന്നു. കടുവയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും തുരത്തുകയോ ചെയ്തില്ല എങ്കിൽ തങ്ങളെല്ലാവരും പട്ടിണി കിടന്ന് മരണപ്പെടുമെന്ന് മറ്റൊരു ഗ്രാമവാസി അദ്ദേഹത്തോട് പറഞ്ഞു. അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാത്രിയിൽ ഞങ്ങളുടെ വീടിന്റെ ഏകദേശം 300 അല്ലെങ്കിൽ 400 മീറ്ററിനുള്ളിൽ ഈ കടുവ കറങ്ങി നടക്കുന്നുണ്ട്. എന്നും രാത്രി കടുവയുടെ മുരൾച്ച അവർക്ക് കേൾക്കാമായിരുന്നു. മാത്രമല്ല, അന്നേ ദിവസം രാവിലെ തന്നെ അവരിൽ ചിലർ അവരുടെ കൃഷിയിടത്തിന് സമീപത്തായി കടുവയെ കാണുകയും ചെയ്തു. ഈ ഗ്രാമത്തിലെ മുഖ്യൻ എന്ന് തോന്നുന്ന ഒരാൾ ജിം കോർബറ്റിന് താമസിക്കുന്നതിനായി ഒരു കുടിൽ കാട്ടിക്കൊടുത്തു. ജിം കോർബറ്റും കൂടെ ഉണ്ടായിരുന്നവരും അടക്കം അവർ 8 പേരാണ് ഉണ്ടായിരുന്നത്. അവർക്കെല്ലാവർക്കും കൂടി എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ഈ കുടിലിൽ താമസിക്കുക സാധ്യമായിരുന്നില്ല. ഏതായാലും കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഈ കുടിലിൽ രാത്രി വിശ്രമിക്കാൻ അനുവദിച്ചതിന് ശേഷം കുടിലിന് പുറത്ത് കഴിച്ചു കൂട്ടാൻ ജിം കോർബറ്റ് തീരുമാനിക്കുന്നു. അത്താഴം കഴിച്ച് ജിം കോർബറ്റിന്റെ ഒപ്പമുണ്ടായിരുന്ന സംഘം വിശ്രമിക്കുന്നതിനായി കുടിലിലേക്ക് കയറി. ഇതേ സമയം മുറ്റത്തെ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്ന ജിം കോർബറ്റിന്റെ അരികിലേക്ക് ഈ ഗ്രാമത്തിലെ ഒരാൾ വന്നു. ശേഷം ആ ഗ്രാമത്തിന്റെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഒരു മൺപാത ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, രാത്രികാലങ്ങളിൽ ആ നരഭോജിയായ കടുവ കടന്നു പോകുന്ന വഴിയാണ് ആ കാണുന്നത്. പല ദിവസങ്ങളിലും ഇതേ ഗ്രാമത്തിലെ പല ആളുകളും ഈ വഴിയിലൂടെ കടുവ കടന്നു പോകുന്നത് കണ്ടിട്ടുമുണ്ട്. പുറത്തിരിക്കുന്ന കോർബറ്റിനോട് അത് അപകടമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് ഒരു അവസരമായിട്ടാണ് ജിം കോർബറ്റ് കണ്ടത്. ഇരുട്ട് വീണുകൊണ്ടിരുന്നിട്ടും പൂർണ്ണചന്ദ്രന്റെ പ്രകാശം പരന്ന ആ മൺപാത വളരെ വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം രാത്രി ഈ വഴിയിലൂടെ കടുവ കടന്നുപോയാൽ അതൊരവസരമാണെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. രാത്രികാലങ്ങളിൽ ഇരയെയും കാത്ത് വനത്തിൽ അദ്ദേഹം ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഒരു നരഭോജിയായ കടുവയെ കാത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു രാത്രി ചിലവഴിക്കാൻ പോകുന്നത്, അതും വളരെ അപരിചിതമായ ഒരു സ്ഥലത്ത്. രാത്രിയിൽ കടുവയെ കാത്തിരിക്കുന്നതിനായി ഗ്രാമത്തിൽ നിന്നും അല്പം മാറി ഈ മൺപാത കാണത്തക്ക വിധത്തിൽ ഒരിടം അദ്ദേഹം കണ്ടെത്തി. താൻ കാത്തിരിക്കാൻ തീരുമാനിച്ച ഇടത്ത് നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന മൺപാത ചന്ദ്രന്റെ പ്രകാശം കൊണ്ട് വളരെ വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടതുവശവും വലതുവശവും വലിയ മരങ്ങളുടെ ചാഞ്ഞു നിൽക്കുന്ന ചില്ലകളാൽ മൂടപ്പെട്ടിരുന്നു. രാത്രിയായി. അദ്ദേഹം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ വീശിയടിച്ച ഒരു ചെറിയ കാറ്റിൽ അദ്ദേഹത്തിന്റെ ഇരുവശത്തുമുള്ള മരച്ചില്ലകൾ വല്ലാതെ ആടിയുലഞ്ഞു. അതിന്റെ ചലനം അദ്ദേഹത്തെ ഭയപ്പെടുത്തി. ഒരുപാട് കടുവകൾ ഒന്നിച്ച് തൻ്റെ നേർക്കടുക്കുന്നതായിട്ടാണ് ഈ മരച്ചില്ലകളുടെ ചലനം അദ്ദേഹത്തിന്റെ ചിന്തയിലുണ്ടാക്കിയത്. സമയം കടന്നു പോകുന്നതും താൻ കടുവയെ കാത്തിരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അത്ര സുരക്ഷിതമല്ല എന്ന ചിന്ത അദ്ദേഹത്തിലുണ്ടായി. താൻ എന്തിനാണ് ഇങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു. താൻ ഇരിക്കുന്ന ഇടത്ത് വെച്ച് കടുവയുടെ ആക്രമണം ഉണ്ടായാൽ തനിക്കൊന്നും ചെയ്യാനാകില്ല. ഇതും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇനി ഈ രാത്രി താൻ ജീവനോടെ കടന്നു പോകണമെങ്കിൽ ആ നരഭോജിയായ കടുവയുടെ കനിവുണ്ടാകണമെന്ന് പോലും അദ്ദേഹം മനസ്സിൽ കരുതി. അവിടെ നിന്നും എഴുന്നേറ്റ് തിരികെ ഗ്രാമത്തിലേക്ക് പോകാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. രാത്രി കനക്കും തോറും തണുപ്പും കൂടി വന്നു. തണുപ്പ് കൊണ്ടാണോ അതോ ഭയം കൊണ്ടാണോ തൻ്റെ പല്ലുകൾ കൂട്ടിമുട്ടുന്നതെന്ന് തിരിച്ചറിയാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചില്ല. മണിക്കൂറുകൾ കടന്നുപോയി. ഭയവും തണുപ്പും കാരണം കുത്തിയിരുന്ന അദ്ദേഹം തൻ്റെ 2 കാലുകളും ചേർത്ത് പിടിച്ച് അതിനിടയിലേക്ക് തലകൾ താഴ്ത്തിവെച്ച് കുനിഞ്ഞിരുന്നു. അങ്ങനെ ഏകദേശം 2 മണിക്കൂറുകൾ കടന്നുപോയി. തൻ്റെ സുഹൃത്തുക്കൾ വന്ന് തട്ടി ഉണർത്തുമ്പോഴാണ് കടന്നുപോയ 2 മണിക്കൂറുകൾ താൻ ഉറങ്ങിപ്പോയതാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. മാത്രമല്ല, നേരം പുലരാനും തുടങ്ങിയിരിക്കുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം തിരികെ ഗ്രാമത്തിലേക്ക് എത്തിയ ജിം കോർബറ്റിനെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് കുടിലിൽ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ നോക്കിയത്. അവർ ഒരിക്കലും കരുതിയില്ല ജിം കോർബറ്റ് ജീവനോടെ അന്നേ ദിവസം രാവിലെ തിരികെ വരുമെന്ന്. കാരണം അദ്ദേഹം കടുവയെ കാത്തിരുന്നത് കടുവയുടെ വിഹാര കേന്ദ്രത്തിൽ തന്നെയായിരുന്നു. അന്നേ ദിവസം ഉച്ചയോടടുത്ത് തന്റെ കൂടെയുള്ളവർക്കായി ഭക്ഷണം തയ്യാറാക്കാൻ കാട്ടിറച്ചിക്കായി വേട്ടയാടാൻ ജിം കോർബറ്റ് പോകുന്നു. 1-2 ആടുകളെ വളരെ പെട്ടെന്ന് വേട്ടയാടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അന്നേക്ക് എല്ലാവർക്കുമുള്ള സുഭിക്ഷമായ ഭക്ഷണം ലഭിച്ച സന്തോഷത്തിൽ അവർ തിരികെ ടെന്റിലേക്ക് വന്നു. അവർ തിരികെ വരുമ്പോഴേക്കും ഗ്രാമത്തലവൻ അവർക്ക് താമസിക്കാനായി മറ്റൊരു നല്ല വീട് കാട്ടിക്കൊടുത്തു. ആദ്യ ദിവസം ലഭിച്ച കുടിലിനേക്കാൾ നല്ല സൗകര്യമുള്ള വീടായിരുന്നു അത്. ജിം കോർബറ്റ് അടക്കമുള്ള 8 പേർക്കും വളരെ നല്ല സൗകര്യത്തോടെ താമസിക്കാൻ പറ്റുമായിരുന്നു അവിടെ.
അവിടെ. വൈകിട്ടോടെ ഗ്രാമത്തലവൻ തങ്ങളുടെ കൃഷിഭൂമിയിലെ വിളവെടുക്കുന്നതിനായി ജിം കോർബറ്റിന്റെ സഹായം തേടി വന്നു. കടുവയുടെ സാന്നിധ്യം കാരണം കൃഷിസ്ഥലത്തേക്ക് പോകാൻ പോലും ഗ്രാമവാസികൾ അന്ന് തയ്യാറായിരുന്നില്ല. ജിം കോർബറ്റും കൂട്ടരും അവർക്ക് കാവൽ നിൽക്കാനായി കൃഷിസ്ഥലത്തേക്ക് പോയി. നിറത്തോക്കുകളുമായി കോർബറ്റിന്റെയും സംഘത്തിന്റെയും സഹായത്തോടെ അവർ വളരെ വേഗത്തിൽ 1-2 മണിക്കൂറുകൾ കൊണ്ട് അവരുടെ ജോലി പൂർത്തിയാക്കുന്നു. കുടിലിന്റെ സമീപത്തുള്ള കുറച്ച് സ്ഥലം മാത്രമേ അവർ വിളവെടുക്കാതെ ബാക്കി വെച്ചുള്ളൂ. അത് കോർബറ്റിന്റെ സഹായമില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഇടമാണെന്ന് ഇതേ ഗ്രാമത്തിലെ തലവൻ എന്ന് തോന്നിക്കുന്ന ഒരാൾ കോർബറ്റിനോട് പറഞ്ഞു. വിളവെടുത്ത ശേഷം ഗ്രാമവാസികൾ കോർബറ്റിനോട് നന്ദി പറഞ്ഞു. മാത്രമല്ല, കോർബറ്റ് വേട്ടയാടി കൊണ്ടുവന്ന കാട്ടുമൃഗങ്ങളെ അവർ തന്നെ നന്നായി പാകം ചെയ്ത് രാത്രിയിൽ അവർക്ക് ഭക്ഷിക്കാനായി നൽകി. അന്നേ ദിവസം രാത്രി ജിം കോർബറ്റ് നന്നായി ഉറങ്ങി. തലേ ദിവസം രാത്രിയിൽ നഷ്ടപ്പെടുത്തിയ ഉറക്കം അദ്ദേഹം പൂർത്തിയാക്കി. അടുത്ത ദിവസം രാവിലെ ഉണർന്ന കോർബറ്റ് കണ്ടത് ഗ്രാമവാസികൾ എല്ലാവരും തങ്ങളുടെ ജോലികൾ ചെയ്യാനായി കുടിലിന് പുറത്ത് നിൽക്കുന്നതാണ്. മുറ്റമൊക്കെ അവർ വൃത്തിയാക്കിയിരിക്കുന്നു. അവരുടെ നോട്ടത്തിൽ നിന്നും ജിം കോർബറ്റിന്റെയും സംഘത്തിന്റെയും സാന്നിധ്യം അവർക്ക് പുറത്തേക്കിറങ്ങാനും മറ്റുമുള്ള ധൈര്യം നൽകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്തായാലും അന്നേ ദിവസം തന്നെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം ജിം കോർബറ്റും സംഘവും കടുവയുടെ അവസാന ആക്രമണം ഉണ്ടായ ഇടത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഗ്രാമവാസികളിൽ ചിലർ അവരുടെ കൂടെ വഴികാട്ടിയായി പോകാൻ തയ്യാറായി. ഈ ഗ്രാമത്തിന്റെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലഞ്ചെരുവിലേക്കാണ് അവർക്ക് പോകേണ്ടത്. ജിം കോർബറ്റിനെയും കൂട്ടരെയും സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴികാട്ടിയായി പോയ ഗ്രാമവാസികളിൽ ഈ സംഭവത്തിന് സാക്ഷിയായ ചില സ്ത്രീകളും ഉണ്ടായിരുന്നു. പോകുന്ന വഴി അവർ നടന്ന സംഭവം മുഴുവൻ ജിം കോർബറ്റിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. അവർ ഏകദേശം 20 പേർ അടങ്ങുന്ന സ്ത്രീ സംഘമായിരുന്നു. രാവിലെ തങ്ങളുടെ ആടുകളെ മേയ്ക്കുന്നതിനായി പോയതാണ്. ആടുകൾക്കായി ഓക്ക് മരത്തിന്റെ ഇലകൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു ഈ സ്ത്രീകളിൽ പലരും. അതിനായി ഓക്ക് മരത്തിൽ കയറാൻ ഈ കൂട്ടത്തിൽ കഴിവുള്ള സ്ത്രീകൾ അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കുകയാണ്. ഇലകൾ കൂടുതലുള്ള മരങ്ങൾ ലക്ഷ്യം വെച്ചാണ് അവർ മരങ്ങളിൽ കയറിയത്. അതിൽ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പുഴയുടെ തീരത്തുള്ള ഓക്ക് മരത്തിലാണ് കയറുന്നത്. തനിക്ക് ആവശ്യത്തിനുള്ള ഇലകൾ മുഴുവൻ വെട്ടി നിലത്തിട്ടതിന് ശേഷം താഴേക്ക് ആ സ്ത്രീ പതിയെ ഇറങ്ങി വന്നു. താഴേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിചാരിതമായി എവിടെ നിന്നോ അപ്രതീക്ഷിതമായി ഒരു കടുവ ചാടി വീഴുന്നത്. അവൻ ലക്ഷ്യം വെച്ചത് മരത്തിന് മുകളിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ കാലുകളിലായിരുന്നു. കുതിച്ചുള്ള ആദ്യ ചാട്ടത്തിൽ തന്നെ അവൻ ആ കാലുകളിൽ പിടുത്തമിട്ടു. ശേഷം ആ സ്ത്രീയെ കടുവ കടിച്ച് താഴേക്ക് വലിക്കാൻ ശ്രമിച്ചു. അപകടം മനസ്സിലാക്കിയ സ്ത്രീ ആകെ ഭയന്ന് അവർ മരത്തിന് മുകളിലേക്ക് പിടിച്ചു കയറാനുള്ള വിഫലമായ ഒരു ശ്രമം നടത്തി. കടുവയുടെ രണ്ടാമത്തെ ശ്രമത്തിൽ സ്ത്രീയെ വലിച്ച് താഴെയിടാൻ അതിന് സാധിച്ചു. കാലിൽ തന്നെ കടിച്ചു പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് അവരെ അടുത്തുള്ള പുഴയുടെ തീരത്തേക്ക് കൊണ്ടുപോയി. വലിച്ചിഴയ്ക്കുമ്പോൾ ആ സ്ത്രീ മണ്ണിൽ കൈകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് സർവ്വശക്തിയും എടുത്ത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല, ഉറക്കെ കൂടെയുള്ള സ്ത്രീകളോട് തന്നെ രക്ഷിക്കാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം ആ കടുവ അവരുടെ കാലിലെ പിടുത്തം വിട്ടു. ജീവൻ രക്ഷപ്പെടുത്താൻ ലഭിച്ച ഈ അവസരത്തിൽ ആ സ്ത്രീ പരിക്കുപറ്റിയ കാലുമായി എണീറ്റ് ഓടാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ കടുവയുടെ രണ്ടാമത്തെ ആക്രമണം ആ സ്ത്രീയുടെ കഴുത്ത് ലക്ഷ്യം വെച്ചായിരുന്നു. നിമിഷങ്ങൾ മതിയായിരുന്നു, ആ സ്ത്രീയുടെ ചലനം നിലച്ചു. കടുവ ആ സ്ത്രീയുടെ കഴുത്തിൽ കടിച്ചു പിടിച്ചതിന് ശേഷം ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന മറ്റു സ്ത്രീകളെ ഒരു തവണ നോക്കി. ശേഷം കാലപ്പം മാത്രം വെള്ളമുണ്ടായിരുന്ന ആ പുഴയ്ക്ക് മറുകരയിലേക്ക് തന്റെ ഇരയുമായി ഓടിപ്പോവുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് ആകെ ഭയന്ന് വിറച്ച മറ്റ് സ്ത്രീകൾ വളരെ പെട്ടെന്ന് അവിടെ നിന്നും തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ഗ്രാമത്തിൽ എത്തിച്ചേരുമ്പോഴേക്കും കൃഷിയിടങ്ങളിലെ ജോലിക്ക് ശേഷം പുരുഷന്മാർ തിരികെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഗ്രാമവാസികൾ എല്ലാവരും ആ സ്ത്രീയെ തിരഞ്ഞു പോകാൻ തീരുമാനിക്കുന്നു. വലിയ ഡ്രമ്മുകളും പാട്ടകളും അവർക്ക് ലഭ്യമായ ആയുധങ്ങളും ഒക്കെയായി അവർ സംഭവ സ്ഥലത്തേക്ക് നീങ്ങി. ആയുധധാരികളായ ചില പുരുഷന്മാരാണ് ഈ കൂട്ടത്തിൽ മുന്നിൽ നടന്നത്. അവർക്ക് പിന്നിലായി ഡ്രമ്മുകളും പാട്ടകളും കൊട്ടിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി മറ്റുള്ളവരും. കടുവ സ്ത്രീയെ ആക്രമിച്ച പുഴയുടെ കരയിലെത്തിയതിനു ശേഷം ആ സംഘത്തിനിടയിൽ ഒരു ചോദ്യമുണ്ടായി. ഇനി എന്ത് ചെയ്യണം? അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് വെറും 30 മീറ്റർ അകലെ പുഴയ്ക്ക് മറുകരയിലായി കടുവയുടെ ഭീകരമായ ഒരു ഗർജനം മുഴങ്ങുന്നത്. ഈ ഗർജനം കേട്ടതും അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ആകെ ഭയന്നുപോയി. ശേഷം തൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി ഭയന്ന് ഓടി. ഇയാളുടെ ഈ പ്രവൃത്തി കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും പരിഭ്രാന്തരാക്കി. ആകെ നിയന്ത്രണമില്ലാതെ ഭയചകിതരായ എല്ലാ ഗ്രാമവാസികളും ഈ യുവാവ് ഓടിയ ദിശയിൽ തന്നെ ഓട്ടം തുടങ്ങി. ഒരു വിധത്തിൽ എല്ലാവരും സുരക്ഷിതമായി തന്നെ അവരുടെ ഗ്രാമത്തിലെത്തി. അവർ വീണ്ടും അവിടെ കൂട്ടം കൂടി. കടുവയുടെ ശബ്ദം കേട്ട് ആദ്യം പേടിച്ചോടിയ ആളെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്താൻ തുടങ്ങി. അയാൾ കാരണമാണ് എല്ലാവരും തിരികെ വന്നത് എന്ന് ഗ്രാമവാസികൾ ആരോപിച്ചു. അങ്ങനെ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരിൽ ഒരാൾ പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ നിന്ന് സംസാരിച്ച് സമയം കളയുന്നത്? നമുക്ക് തിരികെ പോകാം. പറ്റുമെങ്കിൽ അവളെ രക്ഷിച്ചു കൊണ്ടുവരാം. അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ തന്നെ ആയുധങ്ങളുമായി ആ പുഴക്കരയിലേക്ക് നീങ്ങി. പക്ഷേ ഈ പുഴ കടന്ന് മുന്നോട്ട് പോകാൻ അവരിൽ ആർക്കും തന്നെ ധൈര്യമുണ്ടായില്ല. അവിടെ കടുവ ഉണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു യുവാവ്
തൻ്റെ കയ്യിലുള്ള നാടൻ തോക്കെടുത്ത് കടുവയെ ഭയപ്പെടുത്തി ഓടിക്കുന്നതിനായി ആകാശത്തേക്ക് വെടിപൊട്ടിച്ചു. ഈ വെടിവെച്ച ശബ്ദം കേട്ടിട്ടും കടുവയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. കുറച്ചുനേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം ഗ്രാമവാസികൾ അന്വേഷണം അവസാനിപ്പിച്ച് ഗ്രാമത്തിലേക്ക് തിരിച്ചു. ആ സ്ത്രീ ജിം കോർബറ്റിനോട് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ അതേ യുവാവും ഉണ്ടായിരുന്നു. അതായത് കടുവയെ ഭയപ്പെടുത്തുന്നതിനായി ആകാശത്തേക്ക് വെടിവെച്ച അതേ യുവാവ്. ഈ സംഭവമെല്ലാം കേട്ടതിന് ശേഷം ജിം കോർബറ്റിന് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ യുവാവിനോടായിരുന്നു. കടുവയുണ്ടായിരുന്ന കുറ്റിക്കാട്ടിലേക്ക് ലക്ഷ്യം വെക്കാതെ എന്തിനാണ് ആകാശത്തേക്ക് നിറയൊഴിച്ചത്? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരുപാട് പേർ കൂട്ടത്തോടെ ഈ പ്രദേശത്തേക്ക് വന്നതുകൊണ്ട് തന്നെ കടുവ പ്രകോപിതനായി ഇടയ്ക്കിടെ മുരളുന്നുണ്ടായിരുന്നു. താൻ കടുവയുള്ള കുറ്റിക്കാട്ടിലേക്ക് വെടിവെച്ചാൽ അത് കടുവയെ കൂടുതൽ പ്രകോപിതനാക്കുകയും മറ്റുള്ളവരെ ആക്രമിക്കാൻ കാരണമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് താൻ ആകാശത്തേക്ക് തന്നെ വെടി പൊട്ടിച്ചതെന്ന് ആ യുവാവ് പറഞ്ഞു. കടുവയെപ്പറ്റി നല്ലതുപോലെ പഠിച്ചിട്ടുള്ള മട്ടിലാണ് ആ നാടൻ തോക്കുമായി നടക്കുന്ന യുവാവിന്റെ സംസാര ശൈലി. അങ്ങനെ 3 മണിക്കൂറുകളാണ് അവർക്ക് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി നടക്കേണ്ടി വന്നത്. അതിനിടയ്ക്ക് ഒരു മരച്ചുവട്ടിലിരുന്ന് അവർ നേരത്തെ തന്നെ കയ്യിൽ കരുതിയിരുന്ന ഭക്ഷണം പങ്കിട്ട് കഴിക്കുകയും ചെയ്തു. മുന്നോട്ട് നടക്കുമ്പോഴൊക്കെ ജിം കോർബറ്റിന്റെ ശ്രദ്ധ വഴിയിൽ എവിടെയെങ്കിലും കടുവയുടെ കാൽപ്പാടുകൾ ഉണ്ടോ എന്നതിലായിരുന്നു. ഒരു നരഭോജിയായ കടുവയാണ് താൻ തേടുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. പക്ഷേ ആ കടുവ പെൺകടുവയാണോ അതോ ആൺകടുവയാണോ, അതിൻ്റെ പ്രായമെന്ത്, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കടുവയുടെ കാലടയാളങ്ങൾ ലഭിച്ചാൽ ഇതൊക്കെ കണക്കാക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകും തോറും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കടുവയുടെ കാലടയാളങ്ങൾക്കായി തിരഞ്ഞത്. പാലി ഗ്രാമത്തിലെ ആളുകൾ അവരിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി അവരുടെ വിശ്വാസപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി അവരുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുവ അവസാനമായി എടുത്തുകൊണ്ടുപോയ സ്ത്രീയുടെ ശരീരം കണ്ടെത്തുക എന്നത് ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം അവർ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഈ സ്ത്രീയെ ആക്രമിച്ച സംഭവത്തെപ്പറ്റി ഗ്രാമവാസികൾ പറഞ്ഞ കഥ മുഴുവനായും ജിം കോർബറ്റ് വിശ്വസിച്ചിരുന്നില്ല. അത് വിശ്വസിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തുകയും അതൊക്കെ കണ്ട് മനസ്സിലാക്കുകയും വേണം. ഏതായാലും ഈ ആക്രമണം നടന്ന അതേ പുഴയുടെ കരയിലെത്തിയ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഏതു മരത്തിൽ നിന്നാണോ ആ സ്ത്രീയെ കടുവ കടിച്ചെടുത്തു കൊണ്ടുപോയത്, അതിനായി കടുവയ്ക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ അവിടേക്ക് വരാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉറപ്പായും പുഴയുടെ അക്കരെ നിന്ന് തന്നെ ആയിരിക്കണം. കടുവ വരാൻ സാധ്യതയുള്ള ഇടത്തേക്ക്, അതായത് ഈ പുഴ കടന്ന് അക്കരയ്ക്ക് ജിം കോർബറ്റ് നടന്നു. അവിടെ പുഴയുടെ വശത്തായി നനഞ്ഞ മണ്ണുള്ള ഇടത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. കാലടയാളം പരിശോധിച്ച ജിം കോർബറ്റിന് അതൊരു പെൺകടുവയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കടുവ അതിൻ്റെ യൗവനം കടന്നുപോയിരിക്കുന്നു. അതായത് ആരോഗ്യപരമായി ഈ കടുവയുടെ പ്രൈം ടൈം കടന്നുപോയിരിക്കുന്നു. കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ട് നീങ്ങിയ കോർബറ്റിനെ ഒരു മരത്തിന്റെ പിന്നിൽ അല്പം മുന്നിലായി കടുവ കുറച്ചുനേരം കിടന്ന അടയാളങ്ങൾ ലഭിച്ചു. ഒരുപക്ഷെ ഈ സ്ത്രീയെ ആക്രമിക്കുന്നതിന് മുൻപ് ആ സ്ത്രീ മരത്തിൽ നിന്നും താഴേക്കിറങ്ങുന്നതിനായി ഇവിടെയായിരിക്കണം കടുവ കാത്തിരുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. അവിടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നടന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഇമാജിൻ ചെയ്തു. ഒരുപക്ഷെ തനിക്ക് ആവശ്യമായ ഇലകൾ പറിച്ചതിന് ശേഷം താഴേക്കിറങ്ങുന്ന സമയത്താണ് കടുവ ആക്രമിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മരത്തിന്റെ ചുവട്ടിലെത്തിയതിനു ശേഷം കടുവ തന്റെ 2 പിൻകാലുകളിൽ ഉയർന്നു നിന്നതിന് ശേഷം ആ സ്ത്രീയുടെ കാലുകളിൽ കടിച്ചു പിടിച്ച് വലിച്ചിരിക്കണം. ശേഷം കടുവ ആ സ്ത്രീയെ വലിച്ചിഴച്ച് ഈ പുഴയിലേക്ക് എത്തിക്കുകയും ചെയ്തു. കടുവ ഈ സ്ത്രീയെ കാലിൽ കടിച്ചു വലിക്കുമ്പോൾ രക്ഷപ്പെടുന്നതിനായി മരണവെപ്രാളത്തിൽ മരത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ച സ്ത്രീയുടെ നഖത്തിന്റെ പാടുകൾ അദ്ദേഹത്തിന് കാണാമായിരുന്നു. വലിച്ചിഴച്ച് ഈ പുഴയുടെ അരികിലേക്ക് എത്തിയതിനു ശേഷം കടുവ ഈ സ്ത്രീയുടെ കഴുത്തിൽ ആക്രമിക്കുമ്പോൾ അവിടെയുണ്ടായ പിടിവലിയുടെ അടയാളങ്ങളും അദ്ദേഹത്തിന് വ്യക്തമായി കാണാമായിരുന്നു. അവിടെ തളം കെട്ടിക്കിടക്കുന്ന രക്തം ഉണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ അടയാളങ്ങളൊക്കെ അവിടെ എന്താണ് നടന്നതെന്ന് അദ്ദേഹത്തോട് വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആക്രമണം നടന്ന ഇടത്തു നിന്നും സ്ത്രീയുമായി കടുവ കടന്നുപോയ ഇടത്തേക്ക് ജിം കോർബറ്റ് പതുക്കെ നടന്നു. കടുവ കടന്നുപോയ വഴികളിൽ ചാഞ്ഞുകിടക്കുന്ന പുല്ലുകളിലും ചെറുചെടികളിലുമൊക്കെ രക്തം പുരണ്ടിരിക്കുന്നു. കുറച്ചുകൂടി വനത്തിന്റെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ ഒരിടത്ത് കൂടുതൽ രക്തവും കടുവ വിശ്രമിച്ച സ്ഥലവും അദ്ദേഹം കണ്ടു. അവിടെ വെച്ചാണ് കടുവ തന്റെ ഇരയെ ഭക്ഷിച്ചതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അക്കാലങ്ങളിൽ നരഭോജികളായ കടുവകളെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. അത് നരഭോജികളായ കടുവകൾ ആക്രമിക്കുന്ന മനുഷ്യരുടെ തലയും കൈയും കാലുകളും ഭക്ഷിക്കില്ല എന്നതായിരുന്നു. പക്ഷേ അത് വളരെ തെറ്റായ ഒരു വിശ്വാസമായിരുന്നു. ഇങ്ങനെയുള്ള കടുവകൾ മനുഷ്യന്റെ രക്തം പറ്റിയിട്ടുള്ള അവരുടെ വസ്ത്രങ്ങൾ പോലും ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നരഭോജിയായ ഒരു കടുവ അങ്ങനെ ചെയ്യുന്നത് നേരിട്ട് കണ്ട അനുഭവവും ജിം കോർബറ്റിന് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അല്പം കൂടി മുന്നോട്ട് നടന്നതിന് ശേഷം ജിം കോർബറ്റിന് കടുവയെ കടിച്ചുകൊണ്ടുപോയ യുവതിയുടെ വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങളും 1-2 എല്ലിൻ കഷ്ണങ്ങളും ലഭിച്ചു. ഏതായാലും അതൊക്കെ വൃത്തിയുള്ള തുണിയിൽ
കോർബറ്റിനൊപ്പം വന്നവർ ചുറ്റിയെടുത്തു. ഒന്നോ രണ്ടോ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ എങ്കിലും ഈ സ്ത്രീയുടെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിനായി അവരുടെ ബന്ധുക്കൾക്ക് വളരെ ആവശ്യമായിരുന്നു അത്. കുറച്ച് മണിക്കൂറുകൾ കൂടി അവിടെ തിരച്ചിൽ നടത്തിയതിനു ശേഷവും ജിം കോർബറ്റിനും കൂട്ടർക്കും സ്ത്രീയുടേതെന്ന് കരുതുന്ന ഒരവശിഷ്ടവും കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ ലഭിച്ച 1-2 എല്ലിൻ കഷ്ണങ്ങളും വസ്ത്രത്തിന്റെ ചില ഭാഗവും മാത്രമായി ജിം കോർബറ്റും സംഘവും തിരികെ പാലി ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയ ജിം കോർബറ്റ് തന്നെയാണ് ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾക്ക് ഈ അവശിഷ്ടങ്ങൾ കൈമാറിയത്. അന്നേ ദിവസം രാത്രി അത്താഴ ഭക്ഷണത്തിനിടയിൽ ഈ ഗ്രാമവാസികളിൽ നിന്നും മറ്റൊരു കഥയും ജിം കോർബറ്റ് കേൾക്കുന്നു. പാലി ഗ്രാമത്തിൽ നിന്നും അല്പം ദൂരെയായി മാറി മറ്റൊരു ഗ്രാമത്തിൽ നടന്ന സംഭവമായിരുന്നു അത്. ഈ ഗ്രാമത്തിലെ ഒരു കൃഷിക്കാരൻ തന്റെ കൃഷിസ്ഥലത്തിന്റെ മധ്യഭാഗത്തായുള്ള ചെറിയ കുന്നിൻ പുറത്ത് അവർക്ക് താമസിക്കുന്നതിനായി ചെറിയ ഒരു കുടിൽ പോലെയുള്ള ഒന്ന് പണി കഴിപ്പിച്ചിരുന്നു. ഈ ചെറിയ കുടിലാണ് ഈ കൃഷിക്കാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 കുട്ടികളും പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയും താമസിച്ചിരുന്നത്. ഒരു ദിവസം ഈ കൃഷിക്കാരന്റെ ഭാര്യ തങ്ങളുടെ പശുക്കൾക്ക് വേണ്ടി പുല്ല് ശേഖരിക്കാൻ അടുത്തുള്ള ചെറിയ കുന്നിൻ ചെരുവിലേക്ക് പോയി. പുല്ല് വെട്ടുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് നരഭോജിയായ ആ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആദ്യ ആക്രമണം തന്നെ ആ സ്ത്രീയുടെ കഴുത്തിലേക്കായിരുന്നു. കടുവ ഈ സ്ത്രീയെയും എടുത്ത് കാട്ടിലേക്ക് മറയാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ ഇതിനകം ഈ സ്ത്രീയുടെ സഹോദരി ഇത് കണ്ടു കഴിഞ്ഞിരുന്നു. തന്റെ സഹോദരിയെ ആക്രമിക്കുന്ന കടുവയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കയ്യിലുണ്ടായിരുന്ന ഒരു പുല്ലരിയുന്ന കത്തിയുമായി അവൾ കടുവയ്ക്ക് പിന്നാലെ കൂടി. ഉച്ചത്തിലുള്ള അവളുടെ നിലവിളി കേട്ട് കുന്നിന്റെ താഴെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഈ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അല്പം ദൂരെയായി ഉണ്ടായിരുന്ന ഗ്രാമവാസികൾ ഇത് കണ്ട് ആകെ ഭയന്നുപോയി. എങ്കിലും കടുവയുടെ പിന്നാലെ ഒരു ചെറിയ കത്തിയുമായി പിന്നാലെ കൂടിയ സ്ത്രീയുടെ ധൈര്യത്തെ അവർ നേരിട്ട് കാണുകയായിരുന്നു. അല്പദൂരം ചെന്ന ശേഷം കടുവ തന്റെ ഇരയെ താഴെ വെച്ചതിന് ശേഷം പിന്നാലെ കൂടിയ സ്ത്രീയെ ആക്രമിക്കാനായി തിരിഞ്ഞു. തന്റെ സഹോദരിയെ താഴെ വെച്ചതിന് ശേഷം തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്ന കടുവയെ കണ്ട് അപകടം മനസ്സിലാക്കിയ ആ സ്ത്രീ വളരെ പെട്ടെന്ന് അവിടെ നിന്നും പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അമാനുഷികമായ ശക്തിയിൽ തന്നെയാണ് ആ മല അവർ ഓടിയിറങ്ങിയത്. നിമിഷ നേരം കൊണ്ടാണ് അവൾ ഗ്രാമത്തിലേക്ക് തിരികെ ഓടിയെത്തിയത്. നേരെ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത അവർ എന്താണ് സംഭവിച്ചതെന്ന് ഗ്രാമവാസികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ സംഭവമൊക്കെ നേരിട്ട് കണ്ട ഗ്രാമവാസികൾ അതൊക്കെ മുന്നേ തന്നെ മനസ്സിലാക്കിയിരുന്നു. അവർക്ക് ഈ സ്ത്രീയെ ആശ്വസിപ്പിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. തന്റെ സഹോദരിയെ ഒരു കടുവ അതിക്രൂരമായി ആക്രമിക്കുന്നത് കാണുകയും അത് കണ്ട് കടുവയുടെ പിന്നാലെ കൂടുകയും കടുവ തിരിഞ്ഞാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഗ്രാമത്തിലേക്ക് ഓടിയെത്തിയ ആ സ്ത്രീയുടെ സംസാരശേഷി എന്നേക്കുമായി നഷ്ടപ്പെട്ടിരുന്നു. ഏതായാലും അടുത്ത ദിവസം തന്നെ രാവിലെ ഈ സ്ത്രീയെ കാണണമെന്ന് ജിം കോർബറ്റിന് തോന്നി. അദ്ദേഹം അടുത്ത ദിവസം തന്നെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യാത്രയായി. ഗ്രാമത്തിലെത്തിയതിനു ശേഷം ജിം കോർബറ്റും സംഘവും ഈ സ്ത്രീയുടെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവിടെ എത്തുമ്പോൾ തുണി അലക്കുകയായിരുന്ന ആ സ്ത്രീ തന്റെ സംസാരശേഷി നഷ്ടപ്പെടുത്തിയിട്ട് 12 മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ അവർ വളരെയധികം ഭയന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷേ ശാരീരികമായി അവർ ആരോഗ്യവതിയായിരുന്നു. അവരുടെ കണ്ണിലെ ഭയം കണ്ട് ജിം കോർബറ്റ് ആ യുവതിയോട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സഹോദരിയുടെ ജീവനെടുത്ത ആ കടുവയെ കൊല്ലുന്നതിന് വേണ്ടിയാണ്. ഇത് കേട്ടതും ആ യുവതി ഓടിവന്ന് കാലുകളിൽ വീണ ശേഷം എണീറ്റ് ജിം കോർബറ്റിനെ കൈകൂപ്പി നിന്നു. ശരിയാണ്, കോർബറ്റ് വന്നിരിക്കുന്നത് ആ കടുവയെ കൊല്ലാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ്? ഒരു സ്ഥലത്തും സ്ഥിരമായി തങ്ങാത്ത, ഒരു വഴിയിലും രണ്ടാമത് കണ്ടിട്ടില്ലാത്ത, ഇപ്പോൾ തന്നെ 100 കിലോമീറ്ററിലധികം ഏരിയയിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ആ നരഭോജിയായ കടുവയെ കണ്ടെത്തുകയും വകവരുത്തുകയും ചെയ്യുക എന്ന ചോദ്യം ജിം കോർബറ്റിനെ വലയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അതിനായി ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിക്ക് അവിടെ ഒരു അഭിപ്രായം ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നരഭോജിയെ വേട്ടയാടിയ ചരിത്രം തനിക്കോ താൻ നിൽക്കുന്ന പ്രദേശത്തുള്ള വേട്ടക്കാർക്കോ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. കാരണം ഇന്നത്തെ ഉത്തരാഖണ്ഡ്, അതായത് അന്നത്തെ കുമാവു പ്രവിശ്യയിൽ ആദ്യമായിട്ടാണ് ഒരു നരഭോജിയായ കടുവ കടന്നു വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാവൂ. അതുകൊണ്ട് തന്നെ ജിം കോർബറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ രാവിലെ മുതൽ നേരം ഇരുട്ടുന്നതുവരെ അടുത്തുള്ള കാടുകളിൽ തന്റെ സുഹൃത്തുക്കളുമായി കടുവയുടെ അടയാളങ്ങളും സാന്നിധ്യവും മനസ്സിലാക്കാൻ കറങ്ങി നടന്നു. കടുവ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളൊക്കെ അവർ കാൽനടയായി യാത്ര ചെയ്തു. ഈ യാത്ര നടത്തിയത് പല തരത്തിലാണ് അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ കഥകൾ ഉണ്ടാക്കിയത്. അതൊക്കെ കെട്ടുകഥകളാണെങ്കിലും അതൊന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൂടുതലും സ്ത്രീകളാണ് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ജിം കോർബറ്റ് കൊടുംവനത്തിൽ ഈ സെർച്ചിങ് നടത്തുന്നതൊക്കെ സ്ത്രീകളുടെ വേഷം ധരിച്ചുകൊണ്ടായിരുന്നു എന്നും ഈ വേഷത്തിൽ വിറകുകൾ ശേഖരിക്കുന്നതിനിടയിൽ കടുവകളെ കാണുകയും കോർബറ്റ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ടാണ് ഈ കടുവയെ കൊന്നത് എന്ന കഥകളൊക്കെ പിന്നീട് പരന്നിരുന്നു. ഇങ്ങനെ ഒരു കഥ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ സെർച്ചിങ് നടത്തുന്നതിനിടയിൽ കോർബറ്റ് ഗ്രാമവാസികളിൽ നിന്നും ഒരു സാരി വാങ്ങിയിരുന്നു. അത് തൻ്റെ പുറത്ത് ചുറ്റിക്കെട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ വനത്തിൽ ചുറ്റിത്തിരിഞ്ഞത്. മാത്രമല്ല ഇതേ വേഷത്തിൽ കടുവയുണ്ടാകുമെന്ന് സംശയമുള്ള ഇടങ്ങളിലെ
ഓക്ക് മരത്തിന്റെ ചില്ലകൾ അദ്ദേഹം മുറിച്ചിരുന്നു. പക്ഷേ അതൊന്നും സഫലമായ ഒരു നീക്കമായിരുന്നില്ല. എങ്കിലും ഇങ്ങനെ ചെയ്ത 1-2 ഇടങ്ങളിൽ വെച്ച് കടുവയെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ കണ്ടപ്പോഴൊന്നും കടുവയെ വെടിവെക്കാൻ തക്ക അവസരം അദ്ദേഹത്തിന് ലഭിച്ചതുമില്ല. കടുവയെ തിരഞ്ഞുള്ള പല ശ്രമങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു. അതിന്റെ കാരണം വളരെ വൈകിയാണ് ജിം കോർബറ്റ് മനസ്സിലാക്കിയത്. തന്നെ പിടികൂടാനോ കൊലപ്പെടുത്താനോ തന്റെ പിന്നാലെ കൂടിയ ഒരു കൂട്ടം മനുഷ്യരെ ഭയന്നിട്ടെന്ന പോലെ അവൻ പാലി ഗ്രാമത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ കടുവയെ അന്വേഷിച്ച് ജിം കോർബറ്റും സംഘവും പോയത് പാലി ഗ്രാമത്തിൽ നിന്നും ഏകദേശം 15 മൈൽ ദൂരമുള്ള ചമ്പാവത്ത് എന്ന ഗ്രാമത്തിലേക്കാണ്. നിബിഡമായ കാട്ടിലൂടെയുള്ള യാത്രയിൽ ഏകദേശം 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ജിം കോർബറ്റും സംഘവും ചമ്പാവത്ത് ഗ്രാമത്തിൽ എത്തിച്ചേരുന്നത്. ചമ്പാവത്ത് ഗ്രാമത്തിനുള്ളിലെ നടപ്പാതകളും റോഡുകളും ഒന്നും തന്നെ അത്ര സുരക്ഷിതമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം പാതകൾക്കിരുവശത്തും നിബിഡമായ വനമായിരുന്നു. അതൊരു ഭീകരമായ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നുമുണ്ട്. ഈ ഗ്രാമത്തിലെ യുവാക്കൾ പോലും ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത് കൂട്ടമായും ആയുധങ്ങളുമായുമായിരുന്നു. ജിം കോർബറ്റും സംഘവും ചമ്പാവത്ത് ഗ്രാമത്തിലേക്ക് അടുക്കും തോറും അവർക്കൊപ്പം ഗ്രാമവാസികളായ പലരും ഒപ്പം കൂടി. അവരെ കാണുന്നവരൊക്കെ അവർക്കൊപ്പം ഗ്രാമത്തിലേക്ക് നടന്നു. 8 പേരുണ്ടായിരുന്ന സംഘം ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഏതാണ്ട് 30 പേരുടെ സംഘമായി മാറിയിരുന്നു. അവർ എത്തിച്ചേരുന്നതിനും മാസങ്ങൾക്ക് മുൻപ് അവിടെ എത്തിയ 20 പേരടങ്ങുന്ന ഒരു വ്യാപാര സംഘം അവിടെ ഉണ്ടായിരുന്നു. ചെമ്പാവത്തിൽ എത്തിച്ചേർന്ന ജിം കോർബറ്റിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയ അവർ ഈ നരഭോജിയായ കടുവയെപ്പറ്റി ഒരു സംഭവം പറഞ്ഞു. 2 മാസങ്ങൾക്ക് മുൻപ് വ്യാപാര സംബന്ധമായ ചില ആവശ്യങ്ങൾക്കായി അവർ 20 പേരും ചെമ്പാവത്ത് മാർക്കറ്റിലേക്ക് നടന്നു പോവുകയായിരുന്നു. അവർ നടക്കുന്ന പാതകൾക്ക് ഇരുവശവും വനമായിരുന്നു. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും മരച്ചില്ലകളും കാരണം അധിക ദൂരം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. സമയം ഏകദേശം ഉച്ചയോടടുത്തിട്ടും സൂര്യപ്രകാശം പോലും അവിടേക്ക് കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ വളരെ ഭയപ്പെടുത്തുന്ന ആ നടപ്പാതയിലൂടെ അവർ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോഴാണ് ഈ വനത്തിനുള്ളിൽ നിന്നും ഒരു മനുഷ്യന്റെ നിലവിളി അവർ കേൾക്കുന്നത്. അവർ ഈ നിലവിളി കേട്ടതോടെ ആകെ ഭയന്നു. ചിലർ മരത്തിന്റെ പിന്നിൽ ഓടി ഒളിച്ചു. ഈ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരാൾ എല്ലാവരെയും വീണ്ടും ഒന്നിച്ചു ചേർത്തു. ശേഷം ആ നിലവിളി ശബ്ദം ഉണ്ടായ ഭാഗത്തേക്ക് പതുക്കെ നീങ്ങി. ആ നിലവിളി ശബ്ദം ഒരു സ്ത്രീയുടേതാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. വീണ്ടും അവർ മുന്നോട്ട് പതുക്കെ നീങ്ങി. അല്പം ദൂരെയായി വനത്തിനുള്ളിൽ ഇരുണ്ട വെളിച്ചത്തിൽ അവർ ആ കാഴ്ച കണ്ടു. ഭീമാകാരനായ ഒരു കടുവ അവൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ കടിച്ചു പിടിച്ച് വളരെ സാവധാനം മുന്നോട്ട് പോവുകയാണ്. ആ സ്ത്രീയുടെ നീളം കൂടിയ മുടി മണ്ണിൽ വീണ് ഇഴയുന്നുണ്ട്. ആ മുടിയിൽ നിന്നും ഒഴുകുന്ന രക്തം മണ്ണിൽ വീണ് ആ മണ്ണിൽ വരകൾ സൃഷ്ടിക്കുന്നു. കടുവ ആ സ്ത്രീയുടെ കഴുത്തിന്റെ പിൻവശത്താണ് കടിച്ചു പിടിച്ചിരിക്കുന്നത്. അവൾ മരിച്ചിട്ടില്ല. 2 കൈകളും നിലത്തടിച്ചും മറ്റും അവർ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല അവൾ ഉറക്കെ ദൈവത്തിനോട് സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ഈ 20 പേർക്ക് മുന്നിൽ ഏകദേശം 50 മീറ്റർ മാത്രം ദൂരത്തുകൂടിയാണ് ഈ സ്ത്രീയെയും കടിച്ചു പിടിച്ച് കടുവ നടന്നു നീങ്ങുന്നത്. അവർ ശ്വാസം വിടുന്നത് പോലും വളരെ പതുക്കെയായിരുന്നു. പതുക്കെ പതുക്കെ ആ സ്ത്രീയുടെ നിലവിളി അവരിൽ നിന്നും അകന്നുപോയി. ഒടുവിൽ അതില്ലാതെയായി. കടുവ കടന്നുപോയതിനു ശേഷം ഈ 20 പേരും അവരുടെ യാത്ര മുന്നോട്ട് തുടർന്നു. ഈ സംഭവം കേട്ടതിന് ശേഷം ജിം കോർബറ്റ് അവരോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിങ്ങൾ 20 പേർ ഉണ്ടായിട്ടും ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്യാതിരുന്നത് എന്നായിരുന്നു. അവർ 20 പേരും ഒരു കടുവയെ ഇത്ര അടുത്ത് കാണുന്നത് പോലും ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല ഏതെങ്കിലും വഴി ആ സ്ത്രീയെ അവർ രക്ഷപ്പെടുത്തിയാലും ആ സ്ത്രീ രക്ഷപ്പെടുമെന്ന് അവർക്ക് തോന്നിയില്ല. കാരണം ആ സ്ത്രീയുടെ ശരീരത്തിൽ കടുവയുടെ ആക്രമണം മൂലമുണ്ടായ മുറിവുകൾ വളരെ ആഴമേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ജീവനോടെ രക്ഷപ്പെടാൻ സാധ്യതയും ഉണ്ടായിരുന്നില്ല. ചെമ്പാവത്ത് ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലുണ്ടായിരുന്ന സ്ത്രീയായിരുന്നു അത്. വിറകിനായി ഗ്രാമത്തിന്റെ അടുത്ത് തന്നെയുള്ള വനാതിർത്തിയിൽ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവൾ. അപ്പോഴാണ് ഈ കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ കടുവ ദൂരേക്ക് മറഞ്ഞതിന് ശേഷം ഈ വ്യാപാരികൾ മുന്നോട്ട് നടക്കുമ്പോൾ അവർ നടക്കുന്നതിന് എതിർദിശയിൽ നിന്നും ഒരു കൂട്ടം ഗ്രാമവാസികൾ ഇതേ കടുവയെ തേടി വരുന്നത് കണ്ടു. 50-ലധികം വരുന്ന ആൾക്കാർ അവരിലുണ്ടായിരുന്നു. കടുവ പോയ ദിശ തങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ അത് കാട്ടിക്കൊടുക്കാൻ ഈ 20 പേരും ഗ്രാമവാസികൾക്കൊപ്പം കൂടി. ഈ ഗ്രാമവാസികളിൽ ചിലരുടെ കൈകളിൽ നാടൻ തോക്കുകളും ഉണ്ടായിരുന്നു. അതിന്റെ ധൈര്യത്തിലൊക്കെയാണ് അവർ ഈ കടുവയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്. കടുവ പോയ ദിശയിലേക്ക് അവർ കുറച്ചു ദൂരം കൂടി നടന്നു. അല്പദൂരം ചെന്നപ്പോൾ ആ സ്ത്രീയുടെ വസ്ത്രം രക്തം പുരണ്ട നിലയിൽ അവർക്ക് ലഭിച്ചു. വീണ്ടും അവർ മുന്നോട്ട് നീങ്ങി. അവിടെ ഒരു ചെറിയ കുന്നുപോലെയുള്ള ഭാഗത്ത് പാറയുടെ മുകളിലായി ആ സ്ത്രീയുടെ മൃതദേഹം അവർ കണ്ടു. പൂർണ്ണമായും വിവസ്ത്രയായിരുന്നു അവർ. ശരീരം മുഴുവനും കടുവ ആക്രമിച്ചതിന്റെ അടയാളങ്ങളുമുണ്ട്. കടുവ അവരെ ഭക്ഷിച്ചിരുന്നില്ല. പകരം ശരീരത്തിൽ നിന്നും പൂർണ്ണമായും രക്തം നക്കിക്കുടിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള ഭയപ്പെടുത്തുന്ന പല സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ജിം കോർബറ്റിനോട് പറയാനുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയും തോറും ജിം കോർബറ്റും ആ പ്രദേശത്തെ ഒരാളായി മാറുകയാണ്. ഒരു നരഭോജി വിഹരിക്കുന്ന പ്രദേശത്ത് മനുഷ്യജീവിതം മുന്നോട്ട് നയിക്കുക എന്നത് എത്ര ഭയാനകമാണെന്ന് അദ്ദേഹം ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി. അന്നേ ദിവസം രാത്രി തന്നെ
തഹസീൽദാറിന്റെ നിർദ്ദേശത്തോടെ അദ്ദേഹത്തിനായി വളരെ നല്ല സൗകര്യമുള്ള മറ്റൊരു ക്വാർട്ടേഴ്സ് തയ്യാറാക്കി നൽകി. ഈ ക്വാർട്ടേഴ്സിന്റെ പരിസരത്താണ് ഈ നരഭോജിയായ കടുവയെ കൂടുതലായും കാണപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഇതേ പ്രദേശത്താണ് കടുവയുടെ ആക്രമണത്തിൽ കൂടുതൽ മനുഷ്യരും കൊല്ലപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഈ കടുവയെ വേട്ടയാടുന്നതിനായി ജിം കോർബറ്റിന് കൂടുതൽ അവസരം ലഭിക്കുമെന്ന് കരുതിയാണ് പുതിയ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറ്റിയത്. അടുത്ത ദിവസം രാവിലെ തന്നെ ജിം കോർബറ്റിന്റെ സംഘത്തിനൊപ്പം തഹസീൽദാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഒരു ഗ്രാമവാസി അങ്ങോട്ടേക്ക് ഓടി വന്നു. അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അല്പനേരം ശ്വാസമെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു, ഏകദേശം 10 മൈൽ ദൂരമുള്ള ഗ്രാമത്തിലെ ഒരു പശുവിനെ കടുവ ആക്രമിച്ചിരിക്കുന്നു. ഇത് കേട്ട തഹസീൽദാർ തനിക്ക് ഇന്നേ ദിവസം ചെമ്പാവത്ത് മാർക്കറ്റിൽ വളരെ അത്യാവശ്യമായി പോകണം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറി. ഒരുപക്ഷെ ഭയം കാരണം തഹസീൽദാർ കള്ളം പറഞ്ഞതാകാം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തഹസീൽദാർ രാത്രിയിൽ ഉറപ്പായും തിരിച്ചു വരാമെന്ന ഉറപ്പ് നൽകി അവിടെ നിന്നും പോയി. ജിം കോർബറ്റും കൂട്ടരും കടുവയുടെ ആക്രമണത്തിന്റെ സന്ദേശവുമായി എത്തിയ യുവാവുമായി സംഭവ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. വളരെ വേഗത്തിൽ നടന്നു നീങ്ങിയ സംഘം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയ ശേഷം ഗ്രാമവാസികൾ അദ്ദേഹത്തെ പശുവിനെ ആക്രമിച്ച ഇടത്തേക്ക് കൊണ്ടുപോയി. അവിടെ പരിശോധിച്ച അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്ന കാൽപ്പാടുകളിൽ നിന്നും ഒരു കടുവയുടെ ആക്രമണമല്ല അതെന്ന് ഉറപ്പിച്ചു. മറിച്ച് അതൊരു പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകളായിരുന്നു. ഇവിടെ പുലി ഒരു കന്നുകാലിയെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തിരഞ്ഞു പോകാനും അതിനെ വേട്ടയാടാനും അദ്ദേഹം തയ്യാറായില്ല. ഇതോടെ അദ്ദേഹം തിരികെ തന്റെ ബംഗ്ലാവിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉച്ചതിരിഞ്ഞ് ജിം കോർബറ്റും കൂട്ടരും തിരികെ ബംഗ്ലാവിലെത്തി. അപ്പോഴും തഹസീൽദാർ തിരികെ എത്തിയിരുന്നില്ല. അയാൾ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ അയാൾ എത്തിച്ചേരാൻ ഇനിയും സമയമെടുക്കുമെന്ന് ജിം കോർബറ്റിന് തോന്നി. ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് കടുവ സ്ഥിരമായി വെള്ളം കുടിക്കാൻ ഒരിടത്തെത്തുമെന്ന വാർത്ത ജിം കോർബറ്റ് കേൾക്കുന്നു. ആ ഇടത്തേക്ക് ബംഗ്ലാവിലെ ഒരു ജോലിക്കാരനുമായി അദ്ദേഹം പോകാൻ തീരുമാനിച്ചു. അവിടം ഒരു മനോഹരമായ വെള്ളച്ചാട്ടത്താൽ പ്രകൃതി രമണീയമായിരുന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിലെ കൃഷിക്കും മറ്റും ആവശ്യമായ ജലം ഒരു പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നായിരിക്കാം അവർ ഉപയോഗിക്കുന്നതെന്ന് ജിം കോർബറ്റിന് തോന്നി. ഈ വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്നത് ഒരു വലിയ തടാകം പോലെയുള്ള സ്ഥലത്താണ്. അവിടെയുള്ള മണ്ണ് വളരെ നേർത്തതും നനവുള്ളതുമായിരുന്നു. അവിടെ കടുവയുടെ കാൽപ്പാടുകൾ ധാരാളമായി അദ്ദേഹം കണ്ടു. പക്ഷേ ഈ കാൽപ്പാടുകളിൽ ഒന്നും തന്നെ പാലി ഗ്രാമത്തിന്റെ പുഴത്തീരത്ത് അദ്ദേഹം അന്വേഷിച്ചു പോയ സ്ത്രീയുടെ മൃതദേഹം ലഭിച്ച ഭാഗത്ത് കണ്ട കാൽപ്പാടുകളുമായി ബന്ധമില്ലാത്തവയായിരുന്നു. ഇതോടെ താൻ അന്വേഷിക്കുന്ന ആ നരഭോജിയായ കടുവ ഈ ജലാശയത്തിൽ വെള്ളം കുടിക്കാൻ വരുന്ന കടുവയുമായി ബന്ധമില്ല എന്ന് ജിം കോർബറ്റ് മനസ്സിലാക്കി. അതോടെ തിരികെ ബംഗ്ലാവിലേക്ക് അവർ യാത്ര തിരിച്ചു. തിരികെ ബംഗ്ലാവിലേക്ക് എത്തുമ്പോഴേക്കും തന്നെ കാത്തു നിൽക്കുന്ന തഹസീൽദാറിനെ അദ്ദേഹം കണ്ടു. തഹസീൽദാറിനോട് നടന്ന സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി ജിം കോർബറ്റ് വിവരിച്ചു. ഇതെല്ലാം കേട്ട ശേഷം തഹസീൽദാർ പറഞ്ഞു, ഇന്ന് രാത്രി തനിക്കിവിടെ തങ്ങാൻ സാധിക്കുകയില്ല. വളരെ അത്യാവശ്യമായ ഒരു കാര്യത്തിന് ചെമ്പാവത്ത് മാർക്കറ്റിൽ വരെ പോകേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ താൻ പുറപ്പെടുകയാണ്. ഇത് പറഞ്ഞ് തഹസീൽദാർ ഉടനെ തന്നെ പോകാനായി പുറത്തേക്കിറങ്ങി. തഹസീൽദാറിനോട് ജിം കോർബറ്റ് രാത്രിയിലെ ഈ യാത്ര സുരക്ഷിതമല്ല എന്ന് പലതവണ പറഞ്ഞു നോക്കി. പക്ഷേ അയാൾ അതൊന്നും വകവയ്ക്കാതെ യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. നേരം ഇരുട്ടി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തഹസീൽദാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹായി ഒരു ചെറിയ റാന്തൽ വിളക്കുമായി പിന്നാലെ പോകുന്നുണ്ട്. ഈ റാന്തൽ വിളക്ക് വലിയ പ്രകാശമൊന്നും പരത്തുന്നില്ല എങ്കിലും കുറ്റാക്കൂരിരുട്ടിൽ അവർക്കതൊരു ആത്മവിശ്വാസം പകരുക മാത്രമേ ചെയ്യൂ. പകൽ സമയങ്ങളിൽ പോലും ഗ്രാമവാസികളായ യുവാക്കൾ യാത്ര ചെയ്യുന്നത് കൂട്ടത്തോടെയായിരുന്നു. അങ്ങനെയൊരവസ്ഥ നിലനിൽക്കുമ്പോഴാണ് രാത്രിയിൽ തഹസീൽദാർ മറ്റൊരിടത്തേക്ക് യാത്ര പോകുന്നത്. അവർക്ക് പോകേണ്ടത് 4 മൈൽ ദൂരെയുള്ള ചെമ്പാവത്ത് മാർക്കറ്റിലേക്കായിരുന്നു. രാത്രിയിൽ തന്നെ യാത്ര തിരിച്ച അദ്ദേഹത്തിന്റെ ധൈര്യത്തെ തന്റെ തൊപ്പി ഊരിയാണ് ജിം കോർബറ്റ് അഭിനന്ദിച്ചത്. അടുത്ത ദിവസം പുലർച്ചെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുത്തുണ്ടായിരുന്ന ചെറിയ തേയിലത്തോട്ടത്തിൽ അദ്ദേഹം നടക്കാൻ പോയി. അല്പനേരം അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്തു. ഏതാണ്ട് ഉച്ചയോടുകൂടി തലേ ദിവസം രാത്രി ചെമ്പാവത്ത് മാർക്കറ്റിൽ പോയ തഹസീൽദാറും സഹായിയും തിരികെ എത്തി. അവർ ബംഗ്ലാവിന്റെ മുറ്റത്ത് വെച്ചാണ് കണ്ടുമുട്ടിയത്. രാത്രിയിലെ യാത്രയെപ്പറ്റിയും യാത്ര ചെയ്യാനെടുത്ത ധൈര്യത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു ദൂരെയായി ഒരു യുവാവ് വലിയ ശബ്ദത്തിൽ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി വരുന്നത്. ഒരു വലിയ ചരിഞ്ഞ പ്രദേശം കയറി വേണം ഈ ബംഗ്ലാവിലേക്ക് എത്താൻ. അത് ഓടിക്കയറാൻ അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അയാൾ വളരെ ക്ഷീണിതനാകുന്നുമുണ്ട്. മുന്നോട്ടോടാൻ സാധിക്കാതെ അയാൾ പകുതി ദൂരത്ത് കിതച്ച് നിൽക്കുകയും ചെയ്തു. എന്തോ അപകടം പറ്റിയിരിക്കുന്നു. ഉറപ്പായും എന്തോ വലിയ സന്ദേശവുമായാണ് അയാൾ തന്നെ തേടിയെത്തിയിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ജിം കോർബറ്റ് താഴേക്ക് ഓടിച്ചെന്നു. കോർബറ്റ് വളരെ വേഗത്തിൽ ആ യുവാവിന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഇരുതോളിലും പിടിച്ച് ശ്വാസമെടുക്കാൻ പറഞ്ഞു. ഒരല്പം ശ്വാസം വീണതോടെ ആ യുവാവ് ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, ആ നരഭോജി മറ്റൊരു പെൺകുട്ടിയുടെ ജീവനും അപഹരിച്ചിരിക്കുന്നു. അതെ, ആ നരഭോജിയായ കടുവ തന്റെ 436ാമത്തെ മനുഷ്യന്റെ ജീവനും അപഹരിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ക്ഷീണത്തോടെ ആ യുവാവ് നിരത്തേക്കിരുന്നു. അയാളോട് അല്പനേരം അവിടെ തന്നെ വിശ്രമിക്കാൻ ആവശ്യപ്പെട്ട കോർബറ്റ് തിരികെ ബംഗ്ലാവിലേക്ക് പാഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന തഹസീൽദാറിനെ മറികടന്ന് ബംഗ്ലാവിനുള്ളിലേക്ക് പായുകയായിരുന്നു അദ്ദേഹം. തഹസീൽദാർ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടിച്ചെന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. തന്റെ തോക്കും തിരകളും തയ്യാറാക്കുന്നതിനിടയിൽ തന്നെ ആ യുവാവ് പറഞ്ഞ കാര്യം തഹസീൽദാറിനോട് കോർബറ്റ് വിവരിച്ചു. മാത്രമല്ല
തൻ്റെ ഒപ്പം തഹസീൽദാറും വരണമെന്ന് കോർബറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. വളരെ വേഗത്തിൽ തയ്യാറായ കോർബറ്റ് തന്നെ വിവരമറിയിക്കാനെത്തിയ യുവാവിൻ്റെ അടുത്തേക്കെത്തി. അപ്പോഴേക്കും ആ യുവാവ് ഒരുവിധം ശ്വാസമെടുത്ത് തിരികെ പോകാനായി തയ്യാറായി കഴിഞ്ഞു. തന്നെ സംഭവസ്ഥലത്തെത്തിക്കാൻ കോർബറ്റ് അയാളോട് പറഞ്ഞു. ആ യുവാവ് വഴികാട്ടാനായി മുന്നിലും പിന്നാലെ തൻ്റെ തോക്കുമായി ജിം കോർബറ്റും വളരെ വേഗത്തിൽ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. അവർ ചെന്നെത്തിയ ഗ്രാമത്തിന് നടുക്കായി ആ ഗ്രാമത്തിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും വട്ടം കൂടി നിൽക്കുകയാണ്. അവർ വളരെ ദുഃഖിതരും പരിഭ്രാന്തരുമായിരുന്നു. കോർബറ്റ് അവിടേക്ക് ചെന്ന് എത്തിയതിനു ശേഷം ഗ്രാമവാസികൾ എല്ലാവരും അവിടെ നടന്ന കാര്യങ്ങൾ ഒരുമിച്ച് പറയാൻ ശ്രമിച്ചു. എല്ലാവരും ഒരു നിമിഷം മിണ്ടാതിരിക്കാൻ പറഞ്ഞതിന് ശേഷം എന്താണ് അവിടെ നടന്നതെന്ന് ആരെങ്കിലും ഒരാൾ വിവരിക്കാൻ ജിം കോർബറ്റ് പറഞ്ഞു. ഇത് കേട്ട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന മുതിർന്ന ഒരാൾ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടതിന് ശേഷം കോർബറ്റിനെ കൂട്ടി അല്പം മാറി നിന്ന ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് തന്നെ അല്പം ദൂരേക്ക് ഒരു കൂട്ടം ഓക്ക് മരങ്ങൾ നിൽക്കുന്ന ഇടത്തേക്ക് വിരൽ ചൂണ്ടി അയാൾ പറഞ്ഞു. ആ മരങ്ങൾക്ക് താഴെ ഗ്രാമത്തിലെ 12ഓളം വരുന്ന സ്ത്രീകൾ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ ശേഖരിക്കുകയായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി ആ കൂട്ടത്തിലേക്ക് ഒരു ഭീകരനായ കടുവ ചാടി വീഴുകയായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയാണ് ആ കടുവ കടിച്ചെടുത്ത് കാട്ടിലേക്ക് മറഞ്ഞത്. കടുവയെ കണ്ട് പേടിച്ച മറ്റ് സ്ത്രീകളിൽ എല്ലാവരും നിലവിളിച്ചുകൊണ്ട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് പായുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ ജിം കോർബറ്റിന്റെ ബംഗ്ലാവിലേക്ക് ഈ വിവരം അറിയിക്കാനായി താനാണ് ആളെ അയച്ചതെന്നും അയാൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അവിടേക്ക് അയാളുടെ ഭാര്യ ഓടി വന്നു. വിറക് ശേഖരിക്കാനുണ്ടായിരുന്ന കൂട്ടത്തിൽ ഈ സ്ത്രീയും ഉണ്ടായിരുന്നു. അവർ വിറയ്ക്കുന്ന കൈകളോടെ ആ കടുവ പെൺകുട്ടിയെ കടിച്ചെടുത്തു കൊണ്ടുപോയ സ്ഥലം കോർബറ്റിനെ കൃത്യമായി ചൂണ്ടിക്കാട്ടി. അല്പം ദൂരെ കണ്ട ചെറിയ കുന്നിൻ മുകളിൽ മരങ്ങൾക്കിടയിലേക്കാണ് ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ചത്. ഈ സ്ത്രീ അല്ലാതെ മറ്റൊരാളും കടുവ തന്റെ ഇരയുമായി എങ്ങോട്ടാണ് പോയതെന്ന് നോക്കാനുള്ള ധൈര്യം കാട്ടിയിരുന്നില്ല. എന്തായാലും ഗ്രാമവാസികളോട് അധികം ബഹളം വയ്ക്കാതെ സമാധാനമായി എല്ലാവരുടെയും വീടുകളിൽ സുരക്ഷിതരായിരിക്കാൻ നിർദ്ദേശിച്ചതിന് ശേഷം സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ആ സ്ത്രീ ചൂണ്ടിക്കാട്ടിയ ദൂരേക്കുള്ള കുന്നിൻ ചെരുവിലേക്ക് നടക്കാൻ തുടങ്ങി. വളരെ ഓപ്പണായ, അതായത് അധികം മരങ്ങളൊന്നുമില്ലാത്ത ഒരു മൊട്ടക്കുന്നായിരുന്നു അത്. ഒരു വലിയ കടുവ ഈ 12 പേരുടെയും കണ്ണിൽപ്പെടാതെ എങ്ങനെയാണ് അവിടെ എത്തി ഈ പെൺകുട്ടിയെ ആക്രമിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏത് സ്ഥലത്ത് വെച്ചാണോ കടുവ പെൺകുട്ടിയെ ആക്രമിച്ചത് അവിടെ ഒരുപാട് രക്തം തളം കെട്ടി കിടന്നിരുന്നു. അവിടെ നിന്നും അദ്ദേഹത്തിന് നീല നിറമുള്ള മുത്തുകളിൽ കോർത്ത ഒരു മാല അദ്ദേഹത്തിന് ലഭിച്ചു. അത് ആ പെൺകുട്ടി ധരിച്ചിരുന്ന മാലയായിരുന്നു. അവിടെ നിന്നും കടുവ പോയിരിക്കുന്ന വഴി വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു മൊട്ടക്കുന്നായതുകൊണ്ട് തന്നെ കടുവയുടെ കാൽപ്പാടുകൾ വളരെ വ്യക്തമായി അവിടെ കാണാമായിരുന്നു. മാത്രമല്ല ഈ കാൽപ്പാടുകൾക്കൊപ്പം വലിയ രക്തപ്പാടുകളും കാണാമായിരുന്നു. ഒപ്പം തന്നെ കടുവ പെൺകുട്ടിയെ വലിച്ചഴിച്ചു കൊണ്ടുപോയ പാടും ഉണ്ടായിരുന്നു. ഈ കുന്നിന്റെ മുകളിലേക്ക് എത്തുന്നതിനുള്ള പകുതി ദൂരം പിന്നിട്ടപ്പോൾ ആ പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. കുന്നിന് മുകളിൽ എത്തിയ അദ്ദേഹത്തിന് അവിടെ നിന്നും പെൺകുട്ടിയുടെ രക്തത്തിൽ പുരണ്ട സ്കേർട്ടും ലഭിക്കുന്നു. ഉറപ്പായും മുന്നോട്ട് ആ കടുവ ആ പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ കുന്നിൻ മുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം മനസ്സിലാക്കി. ആ കുന്നിന്റെ മറ്റൊരു വശത്തേക്കാണ് കടുവ തന്റെ ഇരയുമായി ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആ ഭാഗത്ത് നിറയെ മുള്ളുകളുള്ള ചെടികളാൽ നിറഞ്ഞതായിരുന്നു. ഈ മുള്ളുകളിൽ ആ പെൺകുട്ടിയുടെ മുടി കുടുങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു. മാത്രമല്ല കടുവ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ മുള്ളുകൾ ഉരയുകയും അത് കാരണം അടർന്ന മാംസം ഈ മുള്ളുകളിൽ പറ്റിയിരിക്കുന്നതും അദ്ദേഹം കണ്ടു. ഈ മുൾച്ചെടികൾക്കിടയിലൂടെയാണ് കടുവ കടന്നുപോയിരിക്കുന്നത്. ജിം കോർബറ്റിന് ആ വഴി കടന്നു പോകാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുള്ളില്ലാത്ത ഒരു ഇടം നോക്കി അതിൻ്റെ ചുറ്റും കറങ്ങി കുന്നിൻ്റെ താഴ്വാരത്തിലേക്ക് എത്താൻ അദ്ദേഹം ശ്രമം നടത്തി. ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തൻ്റെ പിന്നിലായി ആരോ തന്നെ പിന്തുടരുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. ഒന്ന് നിന്ന ശേഷം അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവ്വം തൻ്റെ പിന്നിലേക്ക് വീക്ഷിച്ചു. ഒരു തോക്കുമായി ഒരു മനുഷ്യൻ തന്നെ പിന്തുടരുകയാണ്. അയാളെ ജിം കോർബറ്റ് കണ്ടു എന്ന് മനസ്സിലാക്കിയതും അയാൾ ആകെ പരിഭ്രാന്തനായി. തിരികെ പോകാൻ തുടങ്ങിയ അയാളോട് വളരെ ഉറച്ച സ്വരത്തിൽ അവിടെ നിൽക്കാൻ കോർബറ്റ് പറഞ്ഞു. എല്ലാവരോടും ഗ്രാമത്തിൽ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം അവിടേക്ക് വന്നത്. എന്നിട്ടും എന്തിനാണ് തന്റെ പിന്നാലെ വന്നതെന്ന് അയാളോട് കോർബറ്റ് ചോദിച്ചു. അയാൾ അല്പം പരിഭ്രാന്തനായി പറഞ്ഞു, തന്നോട് തഹസീൽദാറാണ് താങ്കളെ പിന്തുടരാൻ പറഞ്ഞയച്ചത്. തഹസീൽദാറിന്റെ നിർദ്ദേശം പാലിക്കുക മാത്രമാണ് അയാൾ ചെയ്തതെന്നും അയാൾ പറഞ്ഞു. വീണ്ടും എന്തിനാണ് വന്നതെന്നും മറ്റും ചോദിച്ച് സമയം കളയാൻ കോർബറ്റ് തയ്യാറായില്ല. ഉടൻ തന്നെ അയാളോട് കാലിൽ ധരിച്ച കട്ടിയുള്ള ബൂട്ട് ഊരി മാറ്റാൻ ആവശ്യപ്പെട്ടു. ഊരിയെടുത്ത ബൂട്ട് കോർബറ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു ചെറിയ കുറ്റിക്കാട്ടിൽ അവർ ഒളിപ്പിച്ചു. എന്നിട്ട് കോർബറ്റ് പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതെ തന്റെ പിന്നാലെ വരിക. ഒരു കാരണവശാലും നടക്കുമ്പോൾ ഒരു ചുള്ളിക്കമ്പ് പോലും ഒടിയുന്ന ശബ്ദമുണ്ടാകാൻ പാടില്ല. ആ ബൂട്ട് കോർബറ്റ് ഊരിക്കാൻ കാരണം അത് വളരെ കട്ടി കൂടിയതും നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതും ആയിരുന്നു. അതേസമയം കോർബറ്റ് ധരിച്ചിരുന്നത് തുകലിൽ നിർമ്മിച്ച വളരെ നേർത്ത ബൂട്ടുകളായിരുന്നു. ഒരു വിധത്തിൽ ഇരുവരും മുൾച്ചെടികൾക്കിടയിലൂടെ അപ്പുറം കടന്നു. അവിടെ അല്പനേരം തിരഞ്ഞതിന് ശേഷമാണ് രക്തത്തുള്ളികളും കടുവയുടെ കാൽപ്പാടുകളും അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഈ കാൽപ്പാടുകളിൽ നിന്നും കുന്നിറങ്ങി താഴ്വാരത്തേക്ക് കടുവ പോയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി.
അല്പം മുന്നോട്ട് നടന്ന അവർക്ക് ആ വഴി ചെന്നവസാനിക്കുന്നത് ഒരു ചെറിയ കാട്ടരുവിയിലേക്കാണെന്ന് മനസ്സിലായി. കാട്ടരുവിയുടെ വശങ്ങളിലൂടെ അവർ മുന്നോട്ട് നടന്നു. ഇതിനിടയിൽ തൻ്റെ കൂടെ കൂടിയ മനുഷ്യൻ ആകെ ഭയന്ന് കോർബറ്റിൻ്റെ കൈകളിൽ ഇടയ്ക്കിടെ പിടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എന്തൊക്കെയോ അയാൾ ഭയന്ന് പിറുപിറുക്കുന്നുമുണ്ട്. ഇതോടെ ഇനി മുന്നോട്ട് അയാളുമായി പോകുന്നത് സുരക്ഷിതമല്ല എന്ന് കോർബറ്റിന് മനസ്സിലായി. കോർബറ്റ് അയാളെ എവിടെയെങ്കിലും സുരക്ഷിതമായി ഇരുത്താൻ തീരുമാനിച്ചു. അടുത്ത് കണ്ട ഒരു ചെറിയ കുന്നിൻ മുകളിലേക്ക് കയറാൻ കോർബറ്റ് അയാളോട് ആവശ്യപ്പെട്ടു. ഈ കുന്നിലേക്ക് ഒരു വശത്തു കൂടി മാത്രമേ മുകളിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. മറ്റു 3 വശങ്ങളും 90 ഡിഗ്രി താഴേക്കുള്ള കുഴികളായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ കയറാൻ പറ്റുന്ന ഭാഗത്തേക്ക് തോക്ക് ചൂണ്ടിയിരിക്കാൻ കോർബറ്റ് അയാളോട് ആവശ്യപ്പെട്ടു. അഥവാ അയാളെ കടുവ ആക്രമിക്കുകയാണെങ്കിൽ ഒരു വഴിയിലൂടെ മാത്രമേ അവിടേക്ക് കടുവയ്ക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കയറി ചെന്നാൽ വളരെ പെട്ടെന്ന് കടുവയെ വെടിവെക്കാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. അത് പറഞ്ഞു മനസ്സിലാക്കി താൻ വരുന്നതുവരെ ആ കുന്നിൻ്റെ മുകളിൽ ഇരിക്കാൻ കോർബറ്റ് അയാളോട് പറഞ്ഞു. ഈ ചെറിയ കാട്ടരുവിയുടെ വശങ്ങളിലൂടെ വീണ്ടും കോർബറ്റ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി. ഈ കാട്ടരുവി ചെന്ന് പതിക്കുന്നത് ഒരു ചെറിയ കുളത്തിലേക്കായിരുന്നു. വളരെ ശ്രദ്ധാപൂർവം അവിടെ വീക്ഷിച്ച കോർബറ്റിന് അവിടെ തളം കെട്ടിക്കിടക്കുന്ന രക്തം കാണാൻ സാധിച്ചു. ഉറപ്പായും കടുവ തൻ്റെ ഇരയെ അവിടെ വെച്ച് ഭക്ഷിച്ചിട്ടുണ്ടാകണം. അവിടെ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ ഒരു കാലിൻ്റെ പകുതി ഭാഗം കിടക്കുന്നത് കാണാമായിരുന്നു. അത് സൂക്ഷ്മമായി വീക്ഷിച്ച അദ്ദേഹത്തിന് കാൽ ഒരു കോടാലി കൊണ്ട് വെട്ടിമുറിച്ചതുപോലെയാണ് തോന്നിയത്. അപ്പോഴും ചൂട് രക്തം അതിൽ നിന്നും ഒഴുകുന്നുമുണ്ട്. മുറിഞ്ഞ കാൽപാദം കണ്ടപ്പോൾ അദ്ദേഹം ഒരു നിമിഷം താൻ എന്തിനാണ് വന്നതെന്നും അവിടെ ഒരു നരഭോജിയായ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് പോലും മറന്നിരുന്നു. ഈ തടാകത്തിന്റെ ഒരു വശത്തെ മണ്ണിടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുന്ന ശബ്ദം കേട്ടപ്പോഴാണ് താൻ എത്ര അപകടത്തിലാണുള്ളതെന്ന ബോധ്യം കോർബറ്റിനുണ്ടായത്. ഒരു നരഭോജിയായ മൃഗത്തിന്റെ വേട്ടയ്ക്ക് താൻ ആദ്യമായിട്ടാണ് ഏർപ്പെടുന്നത്. അതിന്റെ എല്ലാ കുറവുകളും തനിക്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. വളരെ പെട്ടെന്ന് തന്റെ തോക്കുയർത്തി കാഞ്ചിയിൽ വിരലമർത്തി വളരെ ജാഗരൂകനായി ചുറ്റും വീക്ഷിച്ചു. മണ്ണ് വെള്ളത്തിലേക്ക് ഇടിഞ്ഞു വീണ ഭാഗത്തേക്ക് തോക്കിന്റെ ബാരൽ തിരിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നു. തനിക്ക് നേർക്ക് ചാടാൻ തക്കം പാർത്തിരുന്ന കടുവ താൻ തോക്ക് മുകളിലേക്ക് ചൂണ്ടിയത് കൊണ്ട് മാത്രമാണ് അതിൽ നിന്നും പിന്മാറിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കടുവ നിമിഷ നേരം കൊണ്ട് അവിടെ നിന്നും മറഞ്ഞു. വളരെ പാടുപെട്ടാണ് കോർബറ്റ് ഈ തടാകത്തിന്റെ മറുകരയിൽ എത്തിയത്. അവിടെ നിന്നും രക്തത്തുള്ളികൾ ഒരു പാറക്കൂട്ടത്തിലേക്കാണ് കോർബറ്റിനെ വഴിതെളിച്ചത്. വളരെയധികം വഴുക്കലുള്ള ഉരുണ്ട പാറകളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള നീക്കം മന്ദഗതിയിലായി. ഒന്ന് കാൽ വഴുതിയാൽ ഉറപ്പായും കയ്യോ കാലോ ഒടിയാൻ സാധ്യതയുണ്ട്. വളരെ പതുക്കെയെങ്കിലും അദ്ദേഹം മുന്നോട്ട് നീങ്ങി. മുന്നോട്ട് പോകുന്തോറും കടുവ തന്റെ ഇരയെ താഴെ വെച്ച് ഭക്ഷിച്ച 1-2 ഇടങ്ങൾ അദ്ദേഹം കണ്ടു. മുന്നോട്ട് പോകുന്തോറും കടുവ ഇരയെ ഭക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണെങ്കിലും പിന്നാലെ കൂടിയ കോർബറ്റിന്റെ സാന്നിധ്യം കടുവ മനസ്സിലാക്കി. കാടിളക്കി കടന്നു പോകുന്ന കടുവയെ കാണാൻ ഒരു തവണ പോലും കോർബറ്റിന് സാധിച്ചില്ല. പക്ഷേ അതിൻ്റെ മുരൾച്ച കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല കടന്നു പോകുന്ന വഴികളിൽ കാടിളക്കുന്നതും അദ്ദേഹത്തിന് കാണാം. പതുക്കെ പതുക്കെ കടുവയുടെ മുരൾച്ച ഇപ്പോൾ ഗർജനമായി മാറി. ഇതോടെ തൻ്റെ സാന്നിധ്യം കടുവ മനസ്സിലാക്കിയെന്ന് കോർബറ്റിന് മനസ്സിലായി. ഒരാക്രമണം താനും പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു തവണയെങ്കിലും തരത്തിന് കിട്ടിയാൽ ഈ കഠിനമായ യാത്ര ഇവിടെ ഇല്ലാതാക്കാനും ഗ്രാമവാസികളുടെ ഭയത്തിനും ഭീതിക്കും അവസാനമാക്കാനും അദ്ദേഹത്തിന് സാധിക്കും എന്ന് തോന്നി. ഇങ്ങനെ കടുവയെ അദ്ദേഹം പിന്തുടർന്നത് 4 മണിക്കൂറുകളായിരുന്നു. ഇനി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. കാരണം ഇപ്പോൾ തിരികെ നടന്നാൽ മാത്രമേ ഇരുട്ട് മുൻപ് തനിക്ക് ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കൂ എന്ന ബോധ്യം കോർബറ്റിനുണ്ടായിരുന്നു. ഇരപിടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇരയെ മുഴുവനായും ഭക്ഷിക്കാതെ കടുവ വളരെ പെട്ടെന്ന് ആ സ്ഥലം വിട്ടുപോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചെ തിരികെ വരാമെന്ന ചിന്തയിൽ നേരം ഇരുട്ടുന്നതിന് മുൻപ് ഗ്രാമത്തിലേക്ക് തിരികെ പോകാൻ കോർബറ്റ് തീരുമാനിച്ചു. വഴിയിൽ വെച്ച് താൻ കുന്നിന് മുകളിൽ കാത്തിരിക്കാൻ പറഞ്ഞ ആളിന്റെ അടുത്തേക്കും കോർബറ്റ് എത്തി. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. കോർബറ്റ് പറഞ്ഞ അതേ ദിശയിലേക്ക് തോക്കും ചൂണ്ടിയിരിക്കുകയായിരുന്നു അയാൾ. കോർബറ്റ് തിരികെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ രാത്രിയിൽ താൻ കടുവയുടെ ഭക്ഷണമാകുമെന്ന് അയാൾ കരുതിയിരുന്നു. എന്തായാലും കോർബറ്റ് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. തിരികെ എത്തിയിരിക്കുന്നു. അയാളെയും കൂട്ടിയാണ് ഗ്രാമത്തിലേക്ക് കോർബറ്റ് നടന്നത്. വഴിമധ്യേ കുറ്റിക്കാട്ടിൽ ഒളിച്ചു വെച്ചിരുന്ന അയാളുടെ ബൂട്ട് തിരയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു സിഗരറ്റും വലിച്ച് കോർബറ്റ് അല്പനേരം വിശ്രമിച്ചു. ഇതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. കടുവയെ താൻ അവസാനമായി കണ്ടത് ഒരു വലിയ കുന്നിന്റെ താഴ്വാരത്തിൽ നിന്നും അല്പം മുകളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പറ്റം ആളുകൾ ഉണ്ടെങ്കിൽ ഈ കുന്നിന് മുകളിൽ കയറി 3 വശത്തു നിന്നും ശബ്ദമുണ്ടാക്കി കടുവയെ പ്രകോപിപ്പിച്ചാൽ അത് ഓടിയിറങ്ങുന്നത് ഈ കുന്നിന്റെ താഴ്വാരത്തിലേക്കായിരിക്കും. അവിടം അധിക മരങ്ങളോ ചെടികളോ ഇല്ലാത്ത മൊട്ടക്കുന്ന് പോലെയുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ മലയിൽ നിന്നും കടുവയെ താഴേക്ക് പായിക്കാൻ സാധിച്ചാൽ തനിക്ക് ഈ മൊട്ടക്കുന്നിൽ വെച്ച് കടുവയെ വെടിവെക്കാനുള്ള അവസരം ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. വിജയശതമാനം വളരെ കുറഞ്ഞ ഒരു തന്ത്രമാണതെന്ന് നല്ലതുപോലെ കോർബറ്റിനറിയാം. പക്ഷേ ഇപ്പോൾ കടുവ എവിടെയാണുള്ളതെന്ന് കൃത്യമായി അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. വിജയിച്ചാലും ഇല്ലെങ്കിലും ഒരു ശ്രമം നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതാണ് എന്ന്
കോർബറ്റിന്റെ മനസ്സ് പറഞ്ഞു. ഒളിച്ചുവെച്ച ബൂട്ട് കണ്ടെത്തിയതിനു ശേഷം ഇരുവരും ഗ്രാമത്തിലേക്ക് നടന്നു. നല്ലതുപോലെ നേരമിരുട്ടിയിരുന്നു. അതോടെ കോർബറ്റിന്റെ കൂടെയുണ്ടായിരുന്നയാളുടെ ഭയവും കൂടി വന്നു. ഇതോടെ കോർബറ്റ് അയാളോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു. പിന്നിൽ താൻ ഉണ്ടെന്നും ഭയപ്പെടരുതെന്നും അയാളോട് പറഞ്ഞു. എങ്കിലും ഭയം കാരണം അയാൾ ഇടയ്ക്കിടെ ഇടറി വീഴുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഇലകളോ മരത്തിന്റെ ശിഖരങ്ങളോ അനങ്ങിയാൽ ഉറക്കെ നിലവിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഭയം മൂലം പലപ്പോഴും അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിന്റെ കുഴൽ കോർബറ്റിന്റെ നേരെ തിരിച്ചു. ഇത്രയും ഭയമുള്ള ഒരാളുമായി ഈ വനത്തിൽ യാത്ര ചെയ്യുക എന്നത് കടുവയേക്കാൾ കൂടുതൽ കൂടെയുള്ളയാളെ ഭയപ്പെടേണ്ട അവസ്ഥയാണെന്ന് കോർബറ്റിന് തോന്നി. നന്നായി നേരം ഇരുട്ടിയതിനു ശേഷമാണ് അവർക്ക് ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ഗ്രാമത്തിലെ ആളുകൾക്കൊപ്പം തന്നെ വലിയ തീ കൂട്ടിയതിനു ശേഷം അതിനു ചുറ്റും കാത്തിരിക്കുകയായിരുന്നു തഹസീൽദാറും കൂട്ടരും. അവിടെ എത്തിയ ഉടൻ തഹസീൽദാർ കോർബറ്റിനോട് കാര്യങ്ങളൊക്കെ തിരക്കി. പക്ഷേ കടുവയെപ്പറ്റി സംസാരിക്കാതെ അടുത്ത ദിവസത്തെ തന്റെ പ്ലാനിനെ പറ്റി സംസാരിക്കുകയായിരുന്നു കോർബറ്റ് ചെയ്തത്. അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നിടത്തോളം ആളുകളെ ഒന്നിപ്പിക്കുക, അവരെ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് പുലർച്ചെ തന്നെ എത്തിക്കുക. ആളുകളെ സംഘടിപ്പിക്കാനായി മറ്റ് ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ഭയക്കേണ്ടതില്ല എന്നും ഇപ്പോൾ കടുവ എവിടെയാണുള്ളതെന്ന് തനിക്കറിയാമെന്നും കോർബറ്റ് തഹസീൽദാറിനോട് പറഞ്ഞു. ആളുകളെ മാത്രമല്ല, കഴിയുന്നത്ര തോക്കുകളും വന്യമൃഗങ്ങളെ ഭയപ്പെടുത്തി അകറ്റി നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഡോളുകളും മറ്റും കഴിയാവുന്നത്ര ശേഖരിക്കാൻ കോർബറ്റ് തഹസീൽദാറിനോട് ആവശ്യപ്പെട്ടു. തഹസീൽദാർ ഉടൻ തന്നെ തന്നാൽ കഴിയാവുന്ന ആളുകളെയും ആയുധവും ഡോളുകളും ഒക്കെ സംഘടിപ്പിക്കുന്നതിനായി ശ്രമം തുടങ്ങി. അടുത്ത ദിവസം രാവിലെ ഏതാണ്ട് സൂര്യോദയത്തോടു കൂടി അദ്ദേഹം ഉണർന്നു. തൻ്റെ ആളുകളോട് സാധനങ്ങൾ പാക്ക് ചെയ്ത് ചെമ്പാവത് ഗ്രാമത്തിലെത്തി അവിടെ തന്നെയും കാത്തിരിക്കാൻ പറഞ്ഞ് യാത്രയാക്കി. ശേഷം അദ്ദേഹം തഹസീൽദാറിനോട് ആളുകളുമായി വരാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്തിനും 1 മണിക്കൂർ മുന്നേ എത്തി. താൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ നടപ്പിലാക്കാൻ തക്ക ആളുകളെ ഒന്നിപ്പിക്കാൻ തഹസീൽദാറിന് ഉറപ്പായും ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഈ നരഭോജിയായ കടുവയോടുള്ള ഭയം അവരെ വനപ്രദേശത്ത് പോയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ അനുവദിച്ചിരുന്നില്ല. മാത്രമല്ല, വലിയ കെട്ടുറപ്പില്ലാത്ത വീടുകളിൽ തങ്ങളുടെ കുടുംബത്തെ ഒറ്റയ്ക്കാക്കി പോകാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ തഹസീൽദാർ പറഞ്ഞ സമയവും കടന്നുപോയി. അല്പം വൈകിട്ടാണെങ്കിലും അങ്ങ് ദൂരെ നിന്നും തഹസീൽദാറും കൂടെ മറ്റൊരാളും അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കോർബറ്റ് കണ്ടു. അവർ എത്തിച്ചേർന്ന് ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ദൂരെ നിന്നും വേറെയും 2 പേർ അങ്ങോട്ട് വന്നു. പിന്നാലെ ചെറുകൂട്ടങ്ങളായി നടന്നു വരുന്ന ജനങ്ങളെ കണ്ട് കോർബറ്റിന് അത്ഭുതം തോന്നി. താൻ പ്രതീക്ഷിച്ചതിലും അധികം ആളുകളെ അവിടേക്ക് എത്തിക്കാൻ തഹസീൽദാറിന് കഴിഞ്ഞിരിക്കുന്നു. പല ഗ്രൂപ്പുകളായി പല ഗ്രാമങ്ങളിൽ നിന്നും ഈ കടുവയെ വേട്ടയാടുന്നതിനായി കോർബറ്റിനെ സഹായിക്കാൻ അവിടേക്ക് എത്തിച്ചേർന്നത് 298 പേരായിരുന്നു. എല്ലാവരും വന്നതിന് ശേഷം തഹസീൽദാർ കോർബറ്റിനോട് പറഞ്ഞു, എനിക്ക് കഴിയാവുന്നതിലധികം ആൾക്കാരെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ കൈകളിലുള്ള തോക്കുകളിൽ പലതും ലൈസൻസ് ഇല്ലാത്തവയാണ്. മാത്രമല്ല, ആവശ്യത്തിലധികം ബുള്ളറ്റുകളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. തോക്കുകൾ ഇല്ലാത്തവരുടെ കയ്യിൽ പലതരത്തിലുള്ള ചെണ്ടകൾ, ബാൻഡുകൾ, ഡോളുകൾ ഒക്കെ കരുതിയിരുന്നു. എല്ലാവരും തങ്ങളാൽ കഴിയാവുന്ന വിധം ഈ കടുവയെ വകവരുത്താൻ സഹായിക്കാൻ മനസ്സുറച്ച് തന്നെയാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് കോർബറ്റിന് തോന്നി. ഓരോരുത്തർക്കും അവരവരുടെ ജോലി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് കോർബറ്റിന്റെ കടമയാണ്. അത് മനസ്സിലാക്കാനായി എല്ലാവരെയും ആ പെൺകുട്ടിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലത്തേക്ക്, അതായത് കുന്നിന്റെ മുകളിൽ ആ പെൺകുട്ടിയുടെ സ്കേർട്ട് ലഭിച്ച സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി. ശേഷം അല്പം ദൂരെയായി, അതായത് കോർബറ്റ് ഇന്നലെ അവസാനമായി കടുവയെ കണ്ട ആ മലഞ്ചെരുവിലേക്ക് വിരൽ ചൂണ്ടി. അവരോട് കോർബറ്റ് പറഞ്ഞു, ആ കാണുന്ന മലയ്ക്ക് പിന്നിലൂടെ നിങ്ങൾ ആ മലയ്ക്ക് മുകളിലേക്ക് എത്തുക. അതിന് മുകളിൽ എത്തുന്നതുവരെ ആരും ശബ്ദമുണ്ടാക്കരുത്. മുകളിൽ ഒത്തുകൂടിയതിനു ശേഷം ആ മലയുടെ മുൻവശത്ത് കാണുന്ന താഴ്വാരത്തിന് താഴെ ഞാൻ കയ്യിലുള്ള തുണി ഉയർത്തി കാണിക്കുമ്പോൾ തോക്കുകൾ കൈവശമുള്ളവർ ആകാശത്തേക്ക് ഓരോ തവണ വെടിപൊട്ടിക്കുക. ശേഷം നിരയായി കാടിളക്കിക്കൊണ്ട് താഴേക്ക് കൂട്ടമായും സുരക്ഷിതമായും നീങ്ങുക. ഡോളുകളും ബാൻഡുകളുമൊക്കെ ഉറക്കെ കൊട്ടുകയും കഴിയുന്നത്ര ബഹളം വെച്ചുകൊണ്ട് നിങ്ങൾ സുരക്ഷിതരായി താഴ്വാരത്തിന്റെ താഴേക്ക് നീങ്ങുക. ഇതായിരുന്നു അവർക്ക് കോർബറ്റ് നൽകിയ നിർദ്ദേശം. താൻ കരുതുന്നത് പോലെ കാര്യങ്ങൾ കൃത്യമായി നീങ്ങിയാൽ ഒരു പക്ഷേ കടുവയെ വെടിവെക്കാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന ആത്മവിശ്വാസം മാത്രമാണ് കോർബറ്റിനുണ്ടായിരുന്നത്. ഗ്രാമവാസികളോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി നടപ്പിലാക്കിയാൽ മലഞ്ചെരുവിൽ നിന്നും കടുവയ്ക്ക് ഇറങ്ങി വരാൻ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കടുവയെ കാത്തിരിക്കാൻ തക്ക ഒരിടം കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ കോർബറ്റിന്റെ ലക്ഷ്യം. തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനിറങ്ങിയ കോർബറ്റിന്റെ ഒപ്പം തഹസീൽദാറും കൂടി. കാടിളക്കാനായി മലമുകളിലേക്ക് യാത്രയായ ഗ്രാമവാസികൾക്കൊപ്പം പോകാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന്റെ കാരണം അവരുടെ കയ്യിലിരിക്കുന്ന തോക്കുകളായിരുന്നു. അബദ്ധവശാൽ ലക്ഷ്യബോധമില്ലാതെ വെടി പൊട്ടിയാൽ അത് തന്നെയും അപകടപ്പെടുത്തുമെന്ന ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോർബറ്റിന്റെ ഒപ്പം പോകാൻ അയാൾ തീരുമാനിച്ചത്. കോർബറ്റിന് മുന്നോട്ട് പോകാൻ വളരെ പെട്ടെന്ന് സാധിക്കുമായിരുന്നില്ല. കാരണം മുന്നോട്ടുള്ള വഴികൾ പാറയും മുള്ളുകളുമൊക്കെ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. വഴിമധ്യേ തന്നെ തഹസീൽദാർ ക്ഷീണിതനായി.
എന്തായാലും തനിക്ക് സമയത്ത് തന്നെ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കോർബറ്റ് മുന്നോട്ട് നടന്നു. തഹസീൽദാർ തന്റെ ഒപ്പം എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും അത് വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി. ഇതേ സമയം തന്നെ മലമുകളിൽ ഗ്രാമവാസികൾ എത്തിക്കഴിഞ്ഞിരുന്നു. അവർ അവിടെ ചെന്ന് ഒരുപാട് സമയം കഴിഞ്ഞിട്ടും താഴെ നിന്നും കോർബറ്റിന്റെ ഒരു സിഗ്നലും ലഭിക്കാതെ വന്നപ്പോൾ അവർക്കിടയിൽ മുറുമുറുപ്പുകൾ തുടങ്ങി. ഒരുപക്ഷെ കയ്യിലുള്ള തുണി ഉയർത്തി കാണിക്കാനും മറ്റും കോർബറ്റ് മറന്നതായിരിക്കാമെന്ന് അവർക്കിടയിൽ സംസാരം വന്നു. ഇതോടെ കയ്യിൽ തോക്കുണ്ടായിരുന്നവരിൽ ചിലർ മുന്നറിയിപ്പ് ലഭിക്കും മുന്നേ തന്നെ വെടിപൊട്ടി. ഈ വെടിപൊട്ടിയ ശബ്ദം കോർബറ്റ് കേൾക്കുമ്പോൾ അദ്ദേഹം ഈ മലയടിവാരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. താൻ ലക്ഷ്യം വെച്ച ഇടത്ത് എത്തിച്ചേരാൻ സാധിച്ചില്ല എങ്കിൽ ഈ അവസരം നഷ്ടമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ മലയടിവാരത്തിന്റെ താഴെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും മലമുകളിൽ വെടിയൊച്ചകളും ഡ്രം കൊട്ടുന്ന സൗണ്ടുകളും കൂടിക്കൂടി വന്നു. കടുവയെ കാത്തിരിക്കാൻ തക്ക ഒരു നല്ല ഇടം തേടാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ തറയിൽ പുല്ലിൽ അദ്ദേഹം തന്റെ തോക്കും തയ്യാറാക്കി കമഴ്ന്നു കിടന്നു. അധികം ഉയരമില്ലാത്ത ഈ പുല്ലിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പകുതിയും മുകളിൽ കാണാമായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹത്തിന് വ്യക്തമായി ആ മലഞ്ചെരിവ് കാണാമായിരുന്നു. മലമുകളിൽ നിന്നും താൻ പ്രതീക്ഷിച്ചതിലും അധികം ഉത്സാഹത്തോടെയാണ് ഗ്രാമവാസികൾ തങ്ങളുടെ ജോലി ചെയ്യുന്നത്. വെടിപൊട്ടിക്കുന്നതിനൊപ്പം അവർ കൊട്ടുന്ന ഡ്രമ്മിന്റെ ശബ്ദവും കൂടാതെ ഉറക്കെയുള്ള ഗ്രാമവാസികളുടെ അലർച്ചയും ഒക്കെ കൂടിക്കൂടി വന്നു. അവർക്കറിയാം തങ്ങളുടെ ജോലി നന്നായി ചെയ്താൽ മാത്രമേ എന്നേക്കുമായി ഭയന്നുള്ള ഈ ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്ന്. കാടിളക്കിയതോടെ ഈ കുന്നിൻ ചെരുവിൽ പാർത്തിരുന്ന പക്ഷികളും മൃഗങ്ങളും പലയിടങ്ങളിലായി പായുന്നത് അദ്ദേഹത്തിന് കാണാമായിരുന്നു. ഓരോ അനക്കവും താൻ കാത്തിരിക്കുന്ന കടുവയുടേതാകാമെന്ന് കോർബറ്റ് കരുതി. അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല. അദ്ദേഹത്തിന് മലഞ്ചെരുവിന്റെ അവസാന ഭാഗത്ത് അല്പം ദൂരെയായി ഒരു പുൽമേടിലൂടെ ഈ കടുവ നടന്നു നീങ്ങുന്നത് അദ്ദേഹം കണ്ടു. പക്ഷേ കോർബറ്റ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന് അവിടെ സംഭവിച്ചു. കോർബറ്റിന്റെ പിന്നാലെ സഞ്ചരിച്ച് അവിടെ എത്തിയ തഹസീൽദാർ അതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് വന്നെത്തിയത്. അവിടെ കോർബറ്റിനെ അദ്ദേഹം കണ്ടില്ല. പക്ഷേ അല്പം ദൂരെയായി നടന്നു നീങ്ങുന്ന കടുവയെ അയാൾ കണ്ടു. ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന നാടൻ തോക്കെടുത്ത് കടുവയ്ക്ക് നേരെ വെടിയുതിർത്തു. വെടി പൊട്ടിയതും അത് കേട്ട് പരിഭ്രാന്തനായ കടുവ ഒന്ന് പകച്ചു. അടുത്ത് കണ്ട കുറ്റിക്കാട്ടിലേക്ക് പായുകയും ചെയ്തു. ഇനി ഒരവസരത്തിനായി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ കോർബറ്റ് ഈ കുറ്റിക്കാട്ടിലേക്ക് 2 തവണ വെടിയുതിർത്തു. താഴ്വാരത്തിൽ നിന്നും 3 തവണ വെടിയേച്ച കേട്ടതോടെ കാടിളക്കി വന്ന ഗ്രാമവാസികൾ ഉറപ്പായും കടുവയെ കോർബറ്റ് കൊന്നിരിക്കാം എന്ന് കരുതി. ഇക്കൂട്ടത്തിൽ കയ്യിൽ തോക്കുണ്ടായിരുന്ന എല്ലാവരും സന്തോഷത്താൽ തങ്ങളുടെ തോക്കിലെ എല്ലാ തിരകളും ആകാശത്തേക്ക് പൊട്ടിച്ചു. അപ്പോഴും കോർബറ്റ് താൻ കിടന്ന ഇടത്തു നിന്നും അനങ്ങിയിരുന്നില്ല. തഹസീൽദാറിന്റെയോ തന്റെയോ തോക്കുകളിൽ നിന്നും ഉതിർന്ന വെടിയുണ്ട കടുവയ്ക്ക് കൊണ്ടിട്ടുണ്ടാകില്ല എന്ന് കോർബറ്റിന് ഉറപ്പുണ്ടായിരുന്നു. 1-2 മിനിറ്റുകൾ കടന്നുപോയി. മുകളിൽ നിന്നും ഗ്രാമവാസികളുടെ ബഹളവും ഡ്രമ്മിന്റെ ശബ്ദവും മുഴങ്ങി അടുത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഇടത് ഭാഗത്തായി കടുവ പ്രത്യക്ഷപ്പെട്ടു. അതെ, താൻ കടുവയെ പ്രതീക്ഷിച്ച അതേ ഇടത്ത് അദ്ദേഹം ആ കടുവയെ കണ്ടു. ഇത്തവണ എയിം ചെയ്യാൻ അദ്ദേഹത്തിന് ചില സെക്കൻഡുകൾ ലഭിച്ചു. ജിം കോർബറ്റിന്റെ .500 കോഡൈഡ് മോഡിഫൈഡ് റൈഫിളിൽ നിന്നും ഒരു വെടിപൊട്ടി. കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ ബുള്ളറ്റ് തറച്ചു എന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തിന് തെറ്റി. കടുവയുടെ ഇടത് കാലിൽ ചെറിയ പരിക്കുകൾ മാത്രം സമ്മാനിച്ചുകൊണ്ട് ആ ബുള്ളറ്റ് കടന്നുപോയി. ഇതോടെ കടുവ ഒന്ന് നിന്നു. ശേഷം തന്നെ ആക്രമിച്ച തൻ്റെ ശത്രുവിനെ, അതായത് ജിം കോർബറ്റിനെ ഒരു നിമിഷം ആ കടുവ നോക്കി നിന്നു. വെറും 30 അടി മാത്രം ദൂരത്തായിരുന്നു അപ്പോൾ കടുവ ഉണ്ടായിരുന്നത്. ജിം കോർബറ്റിന്റെ കണ്ണുകളും നരഭോജിയായ ആ കടുവയുടെ കണ്ണുകളും ഒരു നിമിഷം തമ്മിലുടക്കി. ഈ നിമിഷത്തിൽ തന്നെ കടുവയുടെ കഴുത്തിന് താഴെ 2 മുൻകാലുകൾക്കും ഇടയിലായി ഫയർ ചെയ്യാൻ ജിം കോർബറ്റിന് അവസരം ലഭിച്ചു. സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ആ അവസരം ജിം കോർബറ്റ് നന്നായി തന്നെ ഉപയോഗിച്ചു. ലക്ഷ്യസ്ഥാനത്തേക്ക് തോക്ക് പിടിച്ച് കോർബറ്റ് കാഞ്ചി വലിച്ചു. ഇത്തവണ കോർബറ്റിന്റെ ഉന്നം പിഴച്ചില്ല. പക്ഷേ വെടിയേറ്റുവെങ്കിലും കടുവ കോർബറ്റിന് നേരെ നീങ്ങുന്നത് തുടർന്നു. പുൽമേടയിൽ കിടക്കുകയായിരുന്ന അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് തോക്ക് കടുവയ്ക്ക് നേരെ പിടിച്ച് മുട്ടിൽ നിന്നു. തൻ്റെ നേരെ ഏത് നിമിഷവും കടുവ ചാർജ് ചെയ്യാം. ഇനി താൻ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് കോർബറ്റ് ചിന്തിച്ചത്. ഈ ചിന്തയ്ക്ക് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ തോക്കുകളിൽ ഇനി തിരകൾ ബാക്കിയില്ല. ഒരുപക്ഷെ ജിം കോർബറ്റിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാകാം കടുവ പതുക്കെ അതിന്റെ വലത് ദിശയിലേക്ക് തിരിയുന്നു. ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കുന്നിൻ ചെരുവിലേക്ക് പാഞ്ഞു. കടുവ തിരിഞ്ഞോടിയതും ചാടിയണീറ്റ കോർബറ്റ് അല്പം ദൂരെ മറഞ്ഞിരുന്ന തഹസീൽദാറിനെ ഉറക്കെ വിളിച്ചു. തഹസീൽദാറിന്റെ തോക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാനായിരുന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഇതിനകം തന്നെ ഭയന്ന് സ്വബോധം നഷ്ടപ്പെട്ട തഹസീൽദാർ അനങ്ങിയില്ല. അത് മനസ്സിലാക്കിയ കോർബറ്റ് തഹസീൽദാർ ഇരുന്ന ഇടത്തേക്ക് പാഞ്ഞു. ആകെ ഭയന്നിരുന്ന അയാളിൽ നിന്നും തോക്ക് പിടിച്ചു വാങ്ങി കടുവ പോയ വശത്തേക്ക് ഓടി. ഒരു നിമിഷം അദ്ദേഹം ഒന്ന് പകച്ചു. കാരണം അദ്ദേഹം ഓടിച്ചെന്നത് കടുവയ്ക്ക് മുന്നിലേക്കായിരുന്നു. ഒരു നിമിഷം ഒന്ന് പകച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ചാടി വീഴാൻ ശ്രമിച്ച കടുവയുടെ തുറന്നു പിടിച്ച വായ ലക്ഷ്യമാക്കി വെടിപൊട്ടിച്ചു. കടുവ അതിന്റെ തല ഒന്ന് കുടഞ്ഞതിന് ശേഷം അതിന്റെ വലതുവശത്തേക്ക് ചരിഞ്ഞു വീണു. നിമിഷങ്ങൾക്കകം
ആ കടുവ ജീവൻ വെടിഞ്ഞു. അപ്പോഴാണ് ഈ കടുവയ്ക്ക് പിന്നിലായി കാടിളക്കി വന്ന ഗ്രാമവാസികളെ അദ്ദേഹം ശ്രദ്ധിച്ചത്. കടുവയെ വെടിവെക്കുമ്പോൾ കടുവയ്ക്ക് പിന്നിൽ കാടിളക്കി വരുന്ന ഗ്രാമവാസികൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ലക്ഷ്യം പിഴച്ചിരുന്നുവെങ്കിൽ അവരിൽ ആർക്കെങ്കിലും അപകടം സംഭവിക്കാമായിരുന്നു. അവിടേക്ക് ഓടിക്കൂടിയ ഗ്രാമവാസികളൊക്കെ ഒന്നിച്ചു ചേർന്ന് അതിനെ കല്ലുകൊണ്ടും കമ്പുകൊണ്ടുമൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവരുടെ ദേഷ്യത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. അക്കൂട്ടത്തിൽ എല്ലാവരെയും ഈ കടുവയുടെ ആക്രമണം നേരിട്ടല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകണം. കോർബറ്റിന്റെയും തഹസീൽദാറിന്റെയും ഒന്നിച്ചുള്ള ശ്രമത്തിൽ ഗ്രാമവാസികളെ കടുവയുടെ ശരീരത്തിൽ നിന്നും അകറ്റി നിർത്താൻ സാധിച്ചു. ശേഷം കോർബറ്റ് കടുവയെ സസൂക്ഷ്മം നിരീക്ഷിച്ചു. കടുവയുടെ വാ പരിശോധിച്ച കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. അതിന്റെ വായുടെ വലതുവശത്തുള്ള മുകളിലത്തെയും താഴത്തെയും പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ പരിക്ക് പറ്റിയിരിക്കുന്നത് ഒരു ഗൺ ഷോട്ടിൽ നിന്നാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതേ കാരണമാണ് കടുവയ്ക്ക് അതിന്റെ സാധാരണയായുള്ള ഇരപിടുത്തത്തിന്റെ ക്ഷമത നഷ്ടപ്പെടുത്തിയത്. അതോടെ വേട്ടയാടാൻ എളുപ്പമുള്ള മനുഷ്യരെ ലക്ഷ്യമാക്കാൻ കാരണവുമായി. അവിടെ വെച്ച് തന്നെ കടുവയുടെ തോൽ മുറിച്ചെടുക്കാൻ കോർബറ്റ് തയ്യാറായി. പക്ഷേ ഗ്രാമവാസികൾ അദ്ദേഹത്തോട് അവിടെ വെച്ച് അത് ചെയ്യരുതെന്ന് അപേക്ഷിച്ചു. കടുവയെ ഇതേ രൂപത്തിൽ തന്നെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് അവർ പറഞ്ഞു. കാരണം ഗ്രാമവാസികളായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ കണ്ണുകൾ കൊണ്ട് ഈ കടുവയെ കണ്ടാൽ മാത്രമേ അവരുടെ ഭയം അവരെ വിട്ടുമാറും. ഒന്ന് ചിന്തിച്ചപ്പോൾ കോർബറ്റിന് അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. ഇതോടെ ഗ്രാമത്തിലേക്ക് കടുവയുടെ മൃതശരീരം കൊണ്ടുപോകാൻ അദ്ദേഹം സമ്മതിച്ചു. വലിയ മരത്തടികളിൽ കെട്ടിത്തൂക്കിയ കടുവയെ വളരെ സുരക്ഷിതമായി തന്നെ അവർ ഗ്രാമത്തിലേക്ക് എത്തിച്ചു. ഗ്രാമത്തിൽ കടുവയുടെ മൃതദേഹം എത്തിച്ചതിന് ശേഷം അവിടെയുള്ള ഗ്രാമവാസികൾ എല്ലാവരും അതിനു ചുറ്റും നിന്ന് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. നേപ്പാളിലും ഇന്ത്യയിലുമായി 430ഓളം മനുഷ്യരുടെ ജീവൻ അപഹരിച്ച, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നരഭോജിയായ കടുവയെ ജിം കോർബറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. 436ഓളം മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതിനും കാരണമായി തീർന്നത് മനുഷ്യൻ തന്നെയായിരുന്നു. കടുവയുടെ സ്വാഭാവിക ജീവിതത്തെ തടസ്സപ്പെടുത്തിയ പരിക്കുകൾ കടുവയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത് ഉറപ്പായും ഒരു മനുഷ്യൻ തന്നെയായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ 436 പേരുടെയും ജീവൻ എടുത്തത് ആ കടുവയ്ക്ക് പല്ലുകൾ നഷ്ടപ്പെടുത്തിയ ഗൺ ഫയർ ചെയ്ത മനുഷ്യൻ തന്നെയല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കഥകളോ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റുകളായി രേഖപ്പെടുത്തുക. ഉറപ്പായും ആ കഥകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ ഞാൻ ശ്രമിക്കും. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.